നമുക്കിങ്ങനെ ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം ഒരുക്കിയ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. IMF ഡാളസ് കഴിഞ്ഞ വർഷങ്ങളിൽ വിവിധ ശുശ്രൂഷകൾ ആ, ഇങ്ങനെ വെർച്വലായും അതേസമയം തന്നെ ലോക്കലായിട്ടും നമുക്ക് ചെയ്യുവാനായിട്ട് ദൈവം അനുവദിച്ചു. അതെല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവജനം പല സഭകളിലുള്ള ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് ഒരേ മനസ്സോടെ കർത്താവിൻ്റെ വേലയിൽ പങ്കുകാരാകുവാൻ നമുക്കിടയായി എന്നുള്ളത് നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ദൈവനാമത്തിനായിട്ട് അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ നമ്മൾ പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുമ്പോൾ ദൈവം പുതിയ കൃപകളെ നമുക്ക് നൽകുവാൻ, ദൈവത്തിൻ്റെ ഹിതം നമുക്ക് കാണിച്ചു തരുവാൻ, നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയായി തീരട്ടെ. ഇന്ന് നമുക്ക് ഇങ്ങനെ സാധിച്ച ഈ മനോഹരമായ സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പം നമുക്ക് പ്രാർത്ഥനയോടെ നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കാം. ഇപ്പോൾ ജോയങ്കൾ പ്രാർത്ഥിച്ച് നമുക്ക് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. കേൾക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, തിരുനാമത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സ്നേഹമുള്ള പിതാവേ, ഈ പുതിയ വർഷത്തിന്റെ ആദ്യത്തെ 10 ദിവസത്തിന്റെ സായാഹ്ന സമയം അമേരിക്കയിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നായിട്ടും അവിടുത്തെ മക്കളാകുന്ന ഞങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ അവിടുത്തെ സന്നിധിയിൽ അടുത്ത് വരുവാൻ ഒരവസരം കൂടെ തന്ന അവിടുത്തെ വൻകൃപയ്ക്കായിട്ട് സ്തോത്രം. ഒരാണ്ടുകൂടെ ഞങ്ങളെ വിട്ട് കടന്നുപോയി. ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ എളിയവർക്ക് അവിടുന്ന് കൃപ ചെയ്തു. തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങളുടെ ഈ ജീവിതയാത്രയിൽ അവിടുത്തെ സ്നേഹവും കരുതലും പരിപാലനവും അനുഭവിച്ചുകൊണ്ട് ഈ നിമിഷം വരെ കഴിയുവാൻ അവിടുന്ന് കൃപ ചെയ്തല്ലോ. അതിലൊക്കെ ഉപരിയായിട്ട് അവിടുത്തെ മക്കൾ എന്നുള്ള പദവിയിൽ ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തന്നല്ലോ. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാണൻ തന്ന് ഞങ്ങളെ വീണ്ടെടുത്ത ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനായിട്ട് സ്തോത്രം. ഞങ്ങളെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ അങ്ങനെ സ്നേഹിച്ചും സേവിച്ചും കൊണ്ട് ജീവിപ്പാൻ അടിങ്ങൾക്ക് കൃപ ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം. അവിടുത്തെ നന്മയും കരുണയും അനുഭവിച്ചുകൊണ്ട് ഈ ഭൂമിയുടെ മുഖത്ത് ഓരോ നാളും കഴിയുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യുന്നതോർത്ത് സ്തോത്രം. കർത്താവെ, ഇന്ന് ഈ മീറ്റിംഗിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് അറ്റൻഡ് ചെയ്യുന്ന ഓരോ സഹോദരങ്ങളെയും തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. അവിടുത്തെ കൃപയിൽ പൊതിഞ്ഞുകൊള്ളണമേ. ഓരോരുത്തർക്കും ആവശ്യമായ എല്ലാ നന്മയും അനുഗ്രഹങ്ങളും കൊടുത്ത് സഹായിക്കണമേ. ആവശ്യങ്ങളിൽ തുണയായിരിക്കണമേ. കർത്താവെ, ഇന്നത്തെ മീറ്റിംഗിന്റെ ആരംഭം മുതൽ ഞങ്ങൾ അവസാനം പ്രാർത്ഥിച്ച് പിരിവോളം തിരുസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കർത്താവെ, ഈ ശുശ്രൂഷയിൽ ഏർപ്പെടുന്ന ഓരോ സഹോദരങ്ങൾക്കും ആവശ്യമായ ദൈവകൃപ കൊടുത്ത് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അവിടുന്ന് സൂക്ഷിച്ചു കൊള്ളണമേ. വിശേഷാൽ കർത്താവെ, അവിടുത്തെ വചനം ഞങ്ങളോട് ഷെയർ ചെയ്യുവാനായിട്ട് കേരളത്തിൽ നിന്നും അവിടുത്തെ ദാസനെ കൊണ്ടുവന്നതിനാൽ സ്തോത്രം. കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ നിറവില് അവിടുത്തെ വചനം സംസാരിപ്പാൻ പ്രിയദാസനെ ബലപ്പെടുത്തണമേ. കഴിഞ്ഞ നാളുകളിൽ കർത്താവെ, പ്രിയ സഹോദരന് ശാരീരികമായ ക്ലേശവും പ്രയാസവും ഉണ്ടായിരുന്നെങ്കിലും കൊടുത്തിരിക്കുന്ന സൗഖ്യത്തിനും ക്ഷേമത്തിനുമായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ ദേശത്തും അമേരിക്കയുടെ ഈ ഒരു കോണിലും ഇങ്ങനെ ഒരു IMF എന്നുള്ള ആ ലേബലില്
ഞങ്ങൾക്ക് സ്ഥലസഭകൾ ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് അവിടുത്തെ സുവിശേഷം ഘോഷിപ്പാൻ അവിടുന്ന് തന്നിരിക്കുന്ന സാവകാശത്തിനായിട്ടും സ്തോത്രം. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ ഡാളസിന്റെ ചുറ്റുപാടും അവിടുത്തെ മാറ്റമില്ലാത്ത സുവിശേഷം, അവിടുത്തെ സ്നേഹത്തിന്റെ സന്ദേശം അത് എത്തിക്കുവാൻ അവിടുത്തെ മക്കൾക്ക് കൃപ ചെയ്തല്ലോ. തന്മൂലം അനേക ആത്മാക്കളെ നിത്യതയിൽ കാണുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. ദൈവമായ കർത്താവേ, ഇന്നത്തെ ശുശ്രൂഷ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഏറെ ശ്രദ്ധയോടുകൂടെ ശ്രവിപ്പാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അവിടുത്തെ സാന്നിധ്യത്തിന്റെ മറവിലിരിക്കട്ടെ, കൃപയിൽ പൊതിഞ്ഞുകൊള്ളണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു രക്ഷകന്റെ അതിമഹത്തായ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. താങ്ക് യു ജോയ് അങ്കിൾ. നമുക്ക് ഇന്നത്തെ മീറ്റിങ്ങിൽ ദൈവം ഈ ശുശ്രൂഷ നയിക്കുവാനായിട്ട് 2 ദേവദാസന്മാരെയാണ് അയച്ചിരിക്കുന്നത്. ഒന്ന് ഗാനശുശ്രൂഷ ലീഡ് ചെയ്യാനായിട്ട് ഹ്യൂസ്റ്റണിൽ നിന്നും ബ്രദർ ഹാപ്പി നമ്മളോടൊപ്പമുണ്ട്. നമുക്കെല്ലാവർക്കും അദ്ദേഹത്തെ വളരെ പരിചയമുണ്ട്. അദ്ദേഹം കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പാടുന്നു. വിനയത്തോടെ ദൈവത്തോടുള്ള ഭക്തിയോടെ ആ ശുശ്രൂഷ നിർവഹിക്കുന്ന ഒരു ദൈവദാസനാണ്. ഇന്ന് അദ്ദേഹത്തെ നമുക്ക് ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 2 ഗാനങ്ങളാണ് അദ്ദേഹം പാടുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, നമ്മുടെ ഈ പുതിയ വർഷത്തിൽ നമ്മുടെ കർത്താവിലുള്ള ആശ്രയം, അത് നമ്മളെ വിളിച്ചോർപ്പിക്കുന്ന ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ എന്നുള്ള ഗാനം. അതിലൊരു സ്റ്റാൻസ ഇങ്ങനെയാണ്: ഇത്ര സൗഭാഗ്യം ഇക്ഷിതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമായി, തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീരേ മണ്ണിലുള്ളൂ. നമുക്ക് ഈ ഭാഗ്യം ഓർത്ത് ഈ ഗാനം നമുക്ക് ശ്രവിക്കാം. അതോട് ചേർന്ന് നമ്മുടെ ദൗത്യത്തെ ഓർപ്പിക്കുന്ന മറ്റൊരു ഗാനവും അദ്ദേഹം പാടുന്നുണ്ട്. ആർപ്പിൻ നാദം ഉയരുന്നിത. അവിടെ അതിൻ്റെ കോറസിൽ പറഞ്ഞിരിക്കുന്നത്: പോയിടാം വൻ കൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ, നേടിയിടാൻ വൻ ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ. അപ്പം നമ്മുടെ ഒരു ദൗത്യം നമ്മളെ വിളിച്ചോതുന്ന 2ാമത്തെ ഗാനവും നമുക്ക് കേൾക്കുവാൻ കഴിയും. ഇപ്പോൾ ആ 2 ഗാനങ്ങൾ ബ്രദർ ഹാപ്പി ഇപ്പോൾ പാടുന്നതായിരിക്കും. ദൈവത്തിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുതുവത്സരത്തിൽ YMF ഡാളസ് ഒരുക്കുന്ന ഈ പ്രത്യേക മീറ്റിങ്ങിൽ പ്രത്യേകിച്ച് പ്രിയ ഡാനിയൽ വർഗീസ് അജയനുമായിട്ട് ചേർന്ന് ഈ ശുശ്രൂഷ ചെയ്യുവാൻ എനിക്കും ലഭിച്ച അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ഈ മീറ്റിങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച YMF ഡാളസിൻ്റെ എല്ലാ പ്രവർത്തകരോടുമുള്ള നന്ദിയെ ഞാൻ ഈ സമയം അറിയിച്ചുകൊള്ളുന്നു. ആശ്രയം യേശുവിലെന്നതിനാ ഭാഗ്യവാൻ ഞാൻ, ആശ്വാസം എന്നിൽ താൻ തന്നതിനാ ഭാഗ്യവാൻ ഞാൻ. ആശ്രയം യേശുവിലെന്നതിനാ ഭാഗ്യവാൻ ഞാൻ, ആശ്വാസം എന്നിൽ താൻ തന്നതിനാ ഭാഗ്യവാൻ ഞാൻ. കാരിരുൾ മൂടും
ചേർന്നിടും ഞാൻ കാരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ കാരിരും പാണിയും പാടുള്ള പാണിയ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നേ കാക്കുമെന്നേ കാരിരും പാണിയും പാടുള്ള പാണിയ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നേ കാക്കുമെന്നേ ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ ആശ്വാസം എന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ കാൽവരിനാഥൻ എൻ രക്ഷകൻ കല്ലറയ്ക്കുള്ളോടും നീയില്ല കാൽവരിനാഥൻ എൻ രക്ഷകൻ കല്ലറയ്ക്കുള്ളോടും നീയില്ല മൃത്യുവേ വെന്നവൻ അത്യുന്നതൻ മിന്നിൽ കർത്താതി കർത്താവായി വാഴുന്നവൻ വാഴുന്നവൻ മൃത്യുവേ വെന്നവൻ അത്യുന്നതൻ മിന്നിൽ കർത്താതി കർത്താവായി വാഴുന്നവൻ വാഴുന്നവൻ ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ ആശ്വാസം എന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ എത്ര സൗഭാഗ്യമിക്ഷീതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമാ എത്ര സൗഭാഗ്യമിക്ഷീതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമാ തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്ന പോരാത്ത കണ്ണീര് മണ്ണിലുള്ളൂ മണ്ണിലുള്ളൂ തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്ന പോരാത്ത കണ്ണീര് മണ്ണിലുള്ളൂ മണ്ണിലുള്ളൂ ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ ആശ്വാസം എന്നെ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ നമ്മൾ കേട്ടതുപോലെ ഒരു നാളിൽ തൻ സന്നിധിയിൽ നമ്മൾ നിൽക്കാൻ പോകുമ്പോൾ ഒഴിഞ്ഞ കൈകളുമായി നിൽക്കാൻ ഇടയായി തീരരുതേ. ആ പ്രാർത്ഥന നമ്മുടെ ഹൃദയങ്ങളിലും ഉണ്ടാകട്ടെ. ഇന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ നാമത്തിൽ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ടൈം സോണുകളിലൊക്കെ ആണ് നമ്മളായിരിക്കുന്നത്. എന്നാൽ നമുക്ക് ഒരു മനസ്സോടെ ദൈവസന്നിധിയിൽ നിന്ന് കടന്നു വരുവാൻ ഇടയായി. പ്രത്യേകം ഇന്ന് നമ്മുടെ മധ്യത്തിൽ കർത്താവിൻ്റെ വിലയേറിയ ദാസൻ ഡാനിയൽ വർഗീസ് കടന്നു വന്നിട്ടുണ്ട്. ഈ നാടുകളിൽ ദൈവം ധാരാളമായി
ശുശ്രൂഷകളിൽ ഉപയോഗിക്കുന്ന ഒരു ദൈവദാസനാണ് അദ്ദേഹം. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കൺവെൻഷൻ വീഡിയോകളൊക്കെ വിവിധ സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. അദ്ദേഹത്തെ സന്ദേശങ്ങളിലൂടെ നമുക്ക് കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ആ നിലയിൽ കർത്താവ് ധാരാളമായി ഉപയോഗിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മാത്രമല്ല, സുവിശേഷകൻ മാസികയുടെ എഡിറ്ററായും അദ്ദേഹം ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ധാരാളമായ കൃപാവരങ്ങൾ, താലന്തുകൾ നൽകിയിട്ടുള്ള ഒരു ദൈവദാസനാണ്. 1995-96 കാലയളവിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പത്തനംതിട്ട ബൈബിൾ കോളേജിൽ പഠിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ആ നാളുകൾ മുതൽ അദ്ദേഹത്തെ അറിയുവാനും അദ്ദേഹത്തിന് ദൈവം കൊടുത്തിട്ടുള്ള പ്രത്യേക കൃപാവരങ്ങളെ നേരിട്ട് കാണുവാനും അനുഭവിക്കുവാനും എനിക്കും ഇടയായിട്ടുണ്ട്. എന്നിങ്ങനെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ ഇടയാകുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമ്മൾ കേവലം ഒരു പുതുവത്സര സന്ദേശം കേൾക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി നമ്മുടെ നോട്ടീസിൽ കണ്ടതുപോലെ പുതുവത്സര ആത്മതപന ധ്യാനം എന്നാണ് നമ്മൾ അതിന് പേര് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ അനുതാപത്തോടെ താഴ്ത്തുന്ന ഒരു ധ്യാനമായി ഇത് തീരണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. കർത്താവിൻ്റെ ദാസനെ ദൈവം സന്ദേശവുമായി ദൈവത്തിൻ്റെ ചിന്തകളുമായി അയച്ചിരിക്കുന്നു. നമുക്ക് തുടർന്നുള്ള സമയത്ത് നമുക്ക് ഹൃദയങ്ങളെ താഴ്ത്തി അത് ശ്രദ്ധിക്കാം. ഓവർ ടു ഡാനിയൽ വർഗീസ്. കേൾക്കാമല്ലോ അല്ലേ? യെസ്. കർത്താവിന്റെ ശ്രേഷ്ഠനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മധ്യയായിരിക്കുന്നത്. പ്രിയ ജിബു പറഞ്ഞതുപോലെ, ഫിലിപ്പ് കെ ആൻഡ്രൂസ്, പ്രിയ ദേവദാസൻ പറഞ്ഞതുപോലെ, ഞങ്ങൾക്ക് വളരെ നാളുകളായിട്ട് ഞങ്ങൾക്ക് പരിചയവും സ്നേഹബന്ധവുമുണ്ട്. ഇങ്ങനെ ഒരു മീറ്റിംഗിൽ പിന്നെയുമായിരിക്കാൻ കർത്താവ് തന്ന ദൈവകൃപയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അനേക പ്രിയപ്പെട്ടവര്, എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന, എൻ്റെ ഏറ്റവും അടുത്ത അനേക പ്രിയപ്പെട്ടവർ ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ ഒരാളെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ എടുത്തു പറയുന്നതിൽ ആർക്കും ഖേദം തോന്നരുത്. എനിക്ക് വളരെ സന്തോഷം ഉണ്ട്. അത് മറ്റാരുമല്ല, ഇന്ത്യയിൽ നിന്ന് ബാലഘാട്ട് കർത്താവിന്റെ വേല ചെയ്യുന്ന, മധ്യപ്രദേശിൽ ബാലഘാട്ട് വേല ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ ജോൺ തോമസ്, ഞങ്ങൾ സണ്ണിച്ചാൻ എന്ന് വിളിക്കും. മിക്കവാറും ഭൂരിപക്ഷം പേർക്കും അദ്ദേഹത്തെ പരിചയമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം മയിൽപ്പുറ സ്വദേശിയാണ്. അദ്ദേഹമാണ് എന്നോട് കർത്താവിനെ കുറിച്ച് പറഞ്ഞത്. അദ്ദേഹം ത്രൂ ആണ് ഞാൻ കർത്താവിൻ്റെലേക്ക് വരാനായിട്ട് ഇടയായി തീർന്നത്. അദ്ദേഹമാണ് എന്നെ വിശ്വാസ സ്നാനം സ്വീകരിപ്പാൻ മുഖാന്തരമായി തീർന്നതും എനിക്ക് സ്നാനം തന്നതും അദ്ദേഹമാണ്. എന്നെ ആത്മീയ ജീവിതത്തിൽ എൻ്റെ ആദ്യകാലങ്ങളിൽ എന്നെ കൈപിടിച്ച് നടത്തുകയും ഉയർത്തുകയും ചെയ്തത് അദ്ദേഹത്തിലൂടെയാണ്. പ്രിയപ്പെട്ടവൻ ഇന്ന് ഈ മീറ്റിംഗിലായിരിക്കുന്നു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷവുമാണ്. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലൂടെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിൽ സായാഹ്ന വന്ദനവും പ്രഭാത വന്ദനവും ഒരുപോലെ അറിയിക്കുകയാണ്. ഓർപ്പിച്ചതുപോലെ വിവിധ സോണുകളിൽ നിന്ന് അനേക പ്രിയപ്പെട്ടവർ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. ഈ മീറ്റിംഗിന്റെ ബ്രോഷറിൽ കണ്ടതനുസരിച്ച് പല പ്രിയപ്പെട്ടവരും എന്നെ കോണ്ടാക്ട് ചെയ്യുകയുണ്ടായി, എനിക്ക് മെസ്സേജ് തരികയുണ്ടായി. ചിലർ പറഞ്ഞത് ആത്മാഭിഷേകം, ആത്മസ്നാനം, ആത്മവരം എന്നിത്യാദി കാര്യങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഈ ആത്മതപനം എന്താ, പുതിയ സംഭവം വല്ലതും ആണോ എന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുകയുണ്ടായി. അങ്ങനെ പല പ്രിയപ്പെട്ടവരും ആ നിലയിൽ എന്നോട് ചോദിക്കുകയുണ്ടായി, എന്താണ് ഈ ആത്മതപനം, പുതിയ കൺസെപ്റ്റ് ആണോ, അതൊന്ന് വിശദീകരിച്ച് തരാമോ എന്നൊക്കെ ചോദിക്കുകയുണ്ടായി. പിന്നെ ഡേറ്റിന്റെ ഒരു ചെറിയ ഒരു കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് ഇന്ത്യയിൽ ഇന്നലെ പലരും രാവിലെ 5 മണിക്ക് ഉണർന്ന് സൂം പ്ലാറ്റ്ഫോം ഒക്കെ ഓണാക്കി വെച്ച് ഇരുന്നു എന്ന് കേൾക്കാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ഇന്ത്യൻ ടൈം ശ്രദ്ധിക്കാതെ പോയത് കൊണ്ടാണ്. എനിവേ, എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. കർത്താവ് നമുക്ക് കൃപ തരുന്നതിനനുസരിച്ച് ഈ ഒരു വിഷയം
നമുക്ക് ഒരു ധ്യാനമാക്കി കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ കർത്താവ് നമുക്ക് എല്ലാവർക്കും കൃപ നൽകുമാറാകട്ടെ. ആത്മതപനം എന്നുള്ളത് ഒരു ബിബ്ലിക്കൽ വേർഡാണ്. ദൈവവചനത്തിൽ ഉള്ള ഒരു വാക്ക് തന്നെയാണ്. അതുകൊണ്ട് ആ വാക്ക് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ഭാഗത്തേക്ക് തന്നെ നമുക്ക് പ്രാരംഭമായിട്ട് ഒന്ന് പോവുകയും അവിടെ നിന്നുകൊണ്ട് തന്നെ ഈ പുതിയ വർഷത്തിൽ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുള്ളത് എന്താണ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കുകയും ചെയ്യാം. അതിനായിട്ട് നമുക്ക് ലേവ്യ പുസ്തകം, ബുക്ക് ഓഫ് ലെവിറ്റിക്കസ് ചാപ്റ്റർ 16, ലേവ്യ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 29 മുതലുള്ള വാക്യങ്ങളാണ്, 34 വരെയുള്ള വാക്യങ്ങളാണ്. എല്ലാ വാക്യവും നമ്മൾ തുടക്കത്തിൽ വായിക്കുന്നില്ല. നിങ്ങൾ ബൈബിളിന്റെ മുമ്പാകെ ആണെങ്കിൽ നിങ്ങൾ ബൈബിൾ നിവർത്തി ആ ഭാഗം അതങ്ങനെ തന്നെയോ എന്ന് ഒന്ന് പരിശോധിക്കുന്നതും നല്ലതായിരിക്കും. 29-ാമത്തെ വാക്യത്തിൽ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. 29-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഇത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. 7-ാം മാസം 10-ാം തീയതി നിങ്ങൾ ആത്മതപനം ചെയ്യണം. 7-ാം മാസം 10-ാം തീയതി നിങ്ങൾ ആത്മതപനം ചെയ്യണം. അതുപോലെ തന്നെ 31-ാമത്തെ വാക്യത്തിലും ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. 31-ാമത്തെ വാക്യം: അത് നിങ്ങൾക്ക് വിശുദ്ധ സ്വസ്ഥതയുള്ള ശബ്ബത്തായിരിക്കണം. നിങ്ങൾ ആത്മതപനം ചെയ്യണം. അത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമാകുന്നു. നമുക്കറിയാം, ലേവ്യ പുസ്തകം ഏതാണ്ട് 5 ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള തീംസ് ആണ് ലേവ്യ പുസ്തകത്തിൽ ഉല്ലേഖനം ചെയ്തിരിക്കുന്നത്. ഒന്ന്, എ ഹോളി ഗോഡ്, വിശുദ്ധനായ ഒരു ദൈവം. 2, എ ഹോളി പ്രീസ്റ്റ്ഹുഡ്. 3, എ ഹോളി പീപ്പിൾ. 4, എ ഹോളി ലാൻഡ്. 5, എ ഹോളി സേവിയർ. വിശുദ്ധനായ ഒരു ദൈവം, വിശുദ്ധരായ പുരോഹിത വർഗം, ഒരു വിശുദ്ധ ജനം, ഒരു വിശുദ്ധ ദേശം, വിശുദ്ധനായ ഒരു രക്ഷകൻ. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ഈ 5 അടിസ്ഥാനങ്ങളാണ് ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആദ്യമായിട്ട്, വൈ വി നീഡ് ആത്മതപനം. നമുക്ക് ആത്മതപനം എന്തുകൊണ്ട് ആവശ്യമാണ് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. 3 കാര്യങ്ങൾ പ്രാരംഭമായിട്ട് ഞാനൊന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാം. 1, ദൈവത്തിന്റെ നിലവാരത്തിലേക്ക് ദൈവത്തിന്റെ ജനം ഉയർത്തപ്പെടണം. അതുപോലെ തന്നെ ഉയർത്തപ്പെടുക മാത്രമല്ല, അവർ ദൈവത്തിന്റെ നിലവാരത്തിൽ അവർ വളർന്നു വരികയും ചെയ്യണം എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഗ്രോ ടു ഗോഡ്സ് സ്റ്റാൻഡേർഡ്. ദൈവത്തിന്റെ നിലവാരത്തിലേക്ക് നമ്മൾ ഉയരുക, വളരുക എന്നുള്ളത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ 7-ാം മാസം 10-ാം തീയതി നിങ്ങൾ ആത്മതപനം ചെയ്യണമെന്നും അത് എന്നേക്കുമുള്ള ഒരു ചട്ടമായിരിക്കണം എന്നും ദൈവവചനത്തിൽ പറഞ്ഞിരിക്കാൻ കാരണം. 2, ടു സീ ഗോഡ് ഇൻ എ ക്ലിയറർ വിഷൻ. അതായത് ദൈവത്തെ നമ്മൾ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട്, ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ മുഖാമുഖമായിട്ട് നേരിട്ട് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് കാണുന്നതിന് വേണ്ടി ഈ ഒരു ആത്മതപനം ഏറ്റവും അത്യാവശ്യമാണ് ദൈവത്തിന്റെ ജനത്തിന്. 3-ാമത്തെ കാരണമെന്ന് പറയുന്നത് ടു മിനിസ്റ്റർ അവർ മാസ്റ്റർ വിത്ത് ഗാഡ്സ് സ്ട്രെങ്ത്. ദൈവത്തിന്റെ ബലത്തിൽ, ദൈവത്തിന്റെ ശക്തിയിൽ, അല്ലെങ്കിൽ നമുക്ക് സുപരിചിതമായ വാക്കിൽ പറഞ്ഞാൽ
ദൈവത്തിന്റെ കൃപയിൽ നമ്മളുടെ യജമാനനെ നമുക്ക് സേവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ 3 കാരണങ്ങൾ ഒരിക്കലും മറക്കരുത്. ഈ 3 കാരണങ്ങളാണ് ഈ ആത്മതപനം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്നുകൂടെ പറയുന്നു, ടു ഗ്രോ ടു ഗോഡ് സ്റ്റാൻഡേർഡ്. 2, ടു സീ ഗാഡ് ഇൻ എ ക്ലിയറർ വിഷൻ. 3, ടു മിനിസ്റ്റർ അവർ മാസ്റ്റർ വിത്ത് ഗാഡ്സ് സ്ട്രെങ്ത്. ഈ 3 കാരണങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഇനി എന്താണ് ആത്മതപനം? എന്താണ് ആത്മതപനം? അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയുന്നു. ഈ ആത്മതപനം 2 തലങ്ങളിലൂടെയാണ് പോകുന്നത്. 2 രീതിയിലാണ് ആത്മതപനം എന്ന് പറയുന്ന കാര്യം വേണ്ടത്. ഒന്ന്, ഫ്രം ഗാഡ്, ദൈവത്തിന്റെ സൈഡിൽ നിന്നും, ദൈവത്തിന്റെ വശത്ത് നിന്നും ഈ ആത്മതപനം നമുക്കുണ്ടാകണം, നമുക്കുണ്ടായേ പറ്റൂ. ദൈവം അത് ചെയ്യുക തന്നെ ചെയ്യും. 2, ഫ്രം അവർ സെൽഫ്, നമ്മളിൽ തന്നെ, നമ്മൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം. അത് നമ്മൾക്ക് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. അപ്പൊ ചെയ്താൽ ഉള്ള ഗുണങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ചെയ്തില്ലെങ്കിൽ വരുന്ന ഭവിഷ്യത്തുകൾ വളരെയാണ്. അത് ഈ ഒരു പോയിന്റ് പറയുമ്പോൾ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്താണെന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ ഭാഗത്ത് നിന്നും നമ്മളോടുള്ള ബന്ധത്തിൽ ഈ ആത്മതപനം ദൈവം ചെയ്യും. 2, നമ്മളായിട്ട് തന്നെ ഈ ഒരാത്മതപനം ചെയ്തേ പറ്റുകയുള്ളൂ, ചെയ്യണം. പക്ഷെ എല്ലാവരും അത് ചെയ്യണമെന്ന് നിർബന്ധമില്ല, എല്ലാവരും അത് ചെയ്യാറുമില്ല. അപ്പോൾ ഈ 2 തലങ്ങളിലാണ് ഈ ആത്മതപനം എന്നുള്ള കാര്യം മുന്നോട്ട് പോകുന്നത്. ഈ 2 കാര്യങ്ങളും വളരെ ചുരുക്കത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. സമയം കൂടുതലായിട്ട് മുന്നോട്ട് പോകുന്നെങ്കിൽ എനിക്കൊരു ഹിന്റ് തരുന്നതും നല്ലതായിരിക്കും. എനിക്ക് 50 മിനിറ്റ് ആണ് എനിക്ക് അനുവദിച്ചിരിക്കുന്നത്. 7:05, 7:10 അതായിരിക്കും റൈറ്റ് ടൈം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അല്ലെങ്കിൽ എനിക്ക് മെസ്സേജിന്റെ ഇൻബോക്സിൽ കറക്റ്റ് ടൈം ഞാൻ തീർക്കേണ്ട ഇന്ത്യൻ ടൈം ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ അതും നല്ലതായിരിക്കും. ഇനിയും ലേവ്യ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യത്തിലും 31-ാമത്തെ വാക്യത്തിലും ആത്മതപനം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്താണ് ആത്മതപനം എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും നേരം നമ്മൾ ചിന്തിച്ചത് ആത്മതപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്. 2, ആത്മതപനം 2 വശങ്ങളിലൂടെയാണ് വരുന്നത്. അതിന്റെ 2 ഭാഗങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇനി നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് എന്താണ് ആത്മതപനം എന്നുള്ളതാണ്. എന്താണ് ആത്മതപനം എന്നുള്ളതാണ്. മലയാളത്തില് ആത്മതപനം ഒരു പക്ഷെങ്കിൽ ദൈവമക്കൾക്ക് പോലും അതൊരു പുതിയ വാക്കായിട്ടിരിക്കാം. എന്നാൽ അത് മനസ്സിലാക്കുന്നതിന് വളരെ ബുദ്ധിമുട്ട് ഇല്ല. വളരെ ലളിതമായിട്ട് അതിന്റെ മീനിങ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇംഗ്ലീഷില് ഞാനത് അനേക പരിഭാഷകൾ ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കുകയുണ്ടായി. എന്നാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ചില പരിഭാഷകൾ ഞാനൊന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാം. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്ന ഒരു അർത്ഥം അല്ലെങ്കിൽ ഒരു പരിഭാഷ എന്ന് പറയുന്നത് ഈ ഷാൽ അഫ്ലിക്റ്റ് യുവർ സോൾസ് എന്നാണ്. ഈ ഷാൽ അഫ്ലിക്റ്റ് യുവർ സോൾസ്. അതായത് നിങ്ങളുടെ പ്രാണനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ, അതല്ലെങ്കിൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ നിങ്ങൾ സന്തപിപ്പിക്കണം എന്നാണ്. നമുക്കറിയാം സന്തോഷവും സന്താപവും. സന്താപം എന്ന് പറയുമ്പോൾ അത് സങ്കടമാണ്, അത് ക്ലേശമാണ്, ദുഃഖമാണ് സന്താപം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ, നിങ്ങളുടെ പ്രാണനെ നിങ്ങൾ സന്തപിപ്പിക്കണം, നിങ്ങൾ ദുഃഖിപ്പിക്കണം, നിങ്ങൾ ക്ലേശിപ്പിക്കണം. ഇനി അതല്ലെങ്കിൽ
ബൈബിളിൽ ഈ അഫ്ലിക്റ്റ് എന്നുള്ള വാക്ക് ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമുണ്ട്. അത് 34-ാം സങ്കീർത്തനത്തിലാണ്. 34-ാം സങ്കീർത്തനത്തിൽ നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. ദി അഫ്ലിക്ഷൻസ് ഓഫ് റൈച്ചസ് ആർ മെനി. അപ്പോൾ നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അത് ദൈവത്തോടുള്ള ബന്ധത്തിലാണ്. അപ്പൊ ദൈവം നീതിമാന് കൊടുക്കുന്ന അനർത്ഥം, ദൈവം നീതിമാന് കൊടുക്കുന്ന സന്താപം, ദൈവം നീതിമാന് കൊടുക്കുന്ന സങ്കടം, ദുഃഖം, ക്ലേശം, വേദന, എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം, അത് അനർത്ഥങ്ങൾ, അത് അസംഖ്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ദൈവജനത്തിന് ആത്മതപനം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവരുന്നത് എണ്ണമറ്റതാണ്, ധാരാളമാണ് എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ തിരിച്ചൊന്ന് ചോദിക്കുക, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചൊന്ന് ചിന്തിക്കുക, നമ്മൾ എത്രമാത്രം എന്നോടുള്ള ബന്ധത്തിൽ, നമ്മളോടുള്ള ബന്ധത്തിൽ ഈ ആത്മതപനം ചെയ്യുന്നു എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഇസ്രായേൽ ജനത്തിന് അതിന് വർഷത്തിൽ ഒരു പ്രാവശ്യം അവർ പ്രത്യേകിച്ച് ഇത് ചെയ്യണമായിരുന്നു. അത് പ്രത്യേകിച്ച് അതൊരു വിശുദ്ധ, ഒരു സ്വസ്ഥതയായിട്ട്, ഒരു ശബ്ബത്തായിട്ട് അത് മാറ്റിവെച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഇരിക്കുന്നു. അതിന്റെ കൂടുതൽ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ഞാൻ പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഒന്നാമത് അതിന്റെ അർത്ഥമെന്ന് പറയുന്നത്, നമ്മളുടെ പ്രാണനെ, നമ്മളുടെ ഹൃദയത്തെ, നമ്മളുടെ ജീവനെ, അല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ സന്തപിപ്പിക്കുന്ന ഒരവസ്ഥയ്ക്കാണ് ഈ ആത്മതപനം എന്ന് പറയുന്നത്. അത് നമ്മൾ തന്നെ ചെയ്തേ പറ്റുകയുള്ളൂ. നമ്മൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിന് അത് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നമ്മൾ ചെയ്താലും ദൈവം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് അത് ആവശ്യമെന്ന് തോന്നിയാൽ, അതായത് അതിന് പല കാരണങ്ങളുണ്ട്, അത് നമുക്ക് ചിന്തിക്കാം. അത് ദൈവത്തിന് ചെയ്യണമെന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം അത് ചെയ്യുക തന്നെ ചെയ്യും. അത് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ അതിൽ നിന്ന് നമ്മളായിട്ട് മുക്തി നേടാനായിട്ട് നമ്മൾ ശ്രമിക്കാനായിട്ട് പാടില്ല. നമ്മുടെ പ്രാർത്ഥനയോ നമ്മളുടെ കാര്യങ്ങളോ നമ്മളുടെ സങ്കടം, ഇതൊന്നും അതിൽ നിന്ന് പൂർണ്ണമായിട്ട് മുക്തി നേടാനായിട്ട് നമ്മൾ ശ്രമിക്കരുത് എന്നുള്ളതാണ്. അപ്പൊ ദൈവം നമ്മളെ ഈ ആത്മതപനത്തിലൂടെ കടത്തിവിടുമ്പോൾ ദൈവത്തിനൊരു പ്രത്യേക ഉദ്ദേശമുണ്ട്, ദൈവത്തിനൊരു പ്രത്യേക ടൈം പീരീഡ് ഉണ്ട്. ദൈവത്തിന് ആ ആത്മതപനത്തിന്റെ ഇന്റൻസിറ്റി ഓരോ വ്യക്തിയോടുള്ള ബന്ധത്തിലും എത്രമാത്രം വേണമെന്നുള്ളത് ദൈവത്തിന് അറിയാം. ദൈവം അത് മാത്രമേ ചെയ്യുകയുള്ളൂ. അപ്പോൾ നമുക്ക് ബൈബിൾ പറയുന്ന കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, നമുക്ക് സഹിക്കാവുന്നതിന് മീതെ ഈ ഒരു പരീക്ഷ ദൈവം നമുക്ക് തരികയില്ല. അതായത് നമ്മളുടെ പ്രാണനെ ദൈവം അഫ്ലിക്റ്റ് ചെയ്യുകയില്ല. നമ്മുടെ ജീവനെ, നമ്മളെ തന്നെ ദൈവം അഫ്ലിക്റ്റ് ചെയ്യുന്നത് നമുക്ക് എത്രയും ഇന്റൻസിറ്റി അല്ലെങ്കിൽ കപ്പാസിറ്റി സഹിക്കാനായിട്ടും വഹിക്കാനായിട്ടും കഴിയുമെന്നുള്ളത് നമ്മളുടെ അപ്പച്ചനറിയാം, നമ്മുടെ പിതാവിനറിയാം, നമ്മുടെ കർത്താവിനറിയാം. അത് മാത്രമേ തരികയുള്ളൂ. പക്ഷെ എന്നാൽ പലപ്പോഴും അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഒരു പക്ഷെങ്കിൽ ദൈവത്തോട് ചോദിച്ചേക്കാം, ദൈവമേ, കർത്താവേ, തമ്പുരാനെ, ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് നമ്മൾ പറഞ്ഞേക്കാം. പക്ഷേ ദൈവത്തിനറിയാം, നമ്മുടെ പിതാവിനറിയാം എത്രത്തോളം നമുക്കത് സഹിക്കാൻ കഴിയും, വഹിക്കാൻ കഴിയുമെന്നുള്ളത് നമ്മുടെ ദൈവത്തിന് തീർച്ചയായിട്ടും അറിയാമെന്നുള്ളതാണ്. ഇനിയും ഞാൻ മറ്റു ചില ട്രാൻസ്ലേഷൻ ഞാൻ ഇങ്ങനെ പരിശോധിച്ചപ്പോൾ കിട്ടിയ വാക്കുകൾ ഞാനൊന്ന് പറഞ്ഞ് ഞാനൊന്ന് മുന്നോട്ട് പോകാം. മറ്റൊരു ഭാഷാന്തരത്തിൽ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, പ്രാക്ടീസ് സെൽഫ് ഡിനയൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു ആത്മനിഷേധത്തിലേക്ക് നമ്മൾ വരിക എന്നുള്ളതാണ്. മലയാളം ഭാഷ അല്പം കട്ടി കൂടുതലാണ്. എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇതേ കാര്യം ബൈബിളിൽ അനേക വാക്യങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. ആ വാക്കുകളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ പ്രാക്ടീസ് സെൽഫ് ഡിനയൽ എന്നുള്ളത്, ആത്മനിഷേധം എന്നുള്ളത്
നമ്മൾ പുറകാല് ചിന്തിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. പിന്നെ ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഹംബിൾ യുവർ സോൾ എന്നാണ്. അതായത് നമ്മുടെ പ്രാണനെ, നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ താഴ്ത്തുന്നതിനാണ് ഈ ആത്മതപനം എന്ന് പറയുന്നത്. നമ്മളെ തന്നെ പരിപൂർണമായിട്ട് ദൈവസന്നിധിയിൽ താഴ്ത്തുന്നതിന് വേണ്ടി. അപ്പോൾ ദൈവം ഇതൊക്കെ നമുക്ക് തരുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ എന്തിനാണ് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തുന്നത്? അപ്പം താഴ്മയുള്ളവർക്ക് ദൈവം ഒരുപാട് കാര്യങ്ങൾ തരാനായിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണ്. തന്നെ തന്നെ താഴ്ത്തുന്നവർക്ക് ദൈവം ഒരുപാട് കാര്യങ്ങൾ തരാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് താഴ്മയുള്ളവരുടെ അടുക്കിലേക്ക് ദൈവം വരുന്നു എന്നുള്ളതാണ്. ദൈവം താഴ്മയുള്ളവരുടെ സമീപത്തേക്ക് ഇറങ്ങി വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. അവരോട് ചേർന്ന് ദൈവം പ്രവർത്തിക്കാനും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ യാക്കോബിന്റെ ലേഖനത്തിൽ അത് നമ്മൾ പറയുന്നുണ്ട്, താഴ്മയുള്ളവരോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച്. ഇനിയും ചില വാക്കുകൾ, ഒന്ന് സോളം ഫാസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് യു മസ്റ്റ് നോട്ട് ഈറ്റ് ആൻഡ് വർക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് ഈ ഭാഗത്തും ഈ ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിലും പറഞ്ഞിരിക്കുന്ന അങ്ങനെയാണ്. യു മസ്റ്റ് നോട്ട് ഈറ്റ് ആൻഡ് വർക്ക്. നിങ്ങൾ ഭക്ഷിക്കുകയോ മറ്റ് ജോലികൾ ചെയ്യുകയോ ചെയ്യാതെ നമ്മളെ തന്നെ ആത്മതപനം ചെയ്യുക. അപ്പോൾ ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് തോന്നിയേക്കാം, ഉപവാസം എന്നുള്ള ഒരു വാക്ക് ആണോ ഇത് അർത്ഥമാക്കുന്നത്? കേവലം ഒരു ഉപവാസമല്ല, കേവലം ഒരു ഉപവാസമല്ല. പിന്നെ എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? ഡിനൈ യുവർ സെൽഫ്. അതായത് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഒരു യാഗമായിട്ട് സമർപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളിൽ ഈ ഒരു അർത്ഥമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളെ തന്നെ ഒരു ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ യാഗം എന്ന് പറയുന്നത് കൊല്ലുക, ചാരമാക്കുക എന്നാണ് അതിന്റെ അർത്ഥം. നമ്മളെ തന്നെ ഇല്ലായ്മ ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷേ ഈ റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളെ തന്നെ കൊല്ലുക, ഇല്ലായ്മ ചെയ്യുക, ചാരമാക്കുക എന്ന് പറയുമ്പോൾ പൗലോസ് അതിന്റെ ഒരു പ്രത്യേക തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. ജീവനുള്ള ഒരു ചാരമാക്കി തീർക്കുക, ജീവനുള്ള യാഗമാക്കി തീർക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്തിനു വേണ്ടിയാണ്? ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായിട്ട് സമർപ്പിക്കുക എന്നുള്ള ഒരർത്ഥത്തിലാണ് അവിടെയും അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ആരംഭിക്കുന്ന തന്നെ റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം ആരംഭിക്കുന്ന തന്നെ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. അതായത് ദൈവത്തിന്റെ കൃപാസനം, മേഴ്സി സീറ്റ്, ഇംഗ്ലീഷിലൊക്കെ ആ വാക്കാ ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ മേഴ്സി സീറ്റ് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്, നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് നമുക്ക് കൃപാസനത്തിന്റെ അടുക്കലേക്ക് ചെല്ലാനുള്ള ഒരു സ്വാതന്ത്ര്യം പുതിയ നിയമത്തിൽ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഞാനും നിങ്ങളും അഭിമാനിക്കുന്നവരാ. ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുക്കൽ ചെല്ലാം. എബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാമത്തെ വാക്യം. അതുകൊണ്ട് കരുണയും കൃപയും ലഭിക്കേണ്ടതിന് ധൈര്യത്തോടെ നമുക്ക് കൃപാസനത്തിന്റെ അടുക്കൽ ചെല്ലാം. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കണം, പഴയ നിയമ ഭക്തന്മാർ അവരെങ്ങനെയാ കൃപാസനത്തിന്റെ അടുക്കൽ ചെല്ലുന്നത്? ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ഒരു മഹാപുരോഹിതൻ എങ്ങനെയാ ഈ കൃപാസനത്തിന്റെ അടുക്കലേക്ക് ചെല്ലുന്നത്? അനേക പ്രോസസ്സിലൂടെ കടന്നാണ്. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, ഈ പ്രോസസ് നമുക്ക് വേണോ? പലപ്പോഴും നമ്മൾ പറയും, വേണ്ട, ഒന്നും വേണ്ട, ധൈര്യത്തോടെ അങ്ങ് കയറി ചെല്ലാം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല പ്രിയമുള്ളവരെ. നമുക്കുമുണ്ട് ചില പ്രോസസ്, നമുക്കുമുണ്ട് ചില കടമ്പകൾ. ആ കടമ്പകൾ കടന്നിട്ട് വേണം നമ്മൾ ചെല്ലാൻ. ധൈര്യത്തോടെ നമുക്ക് ചെല്ലാം. ചെല്ലുന്നതിന് യാതൊരു മടിയും നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ആത്മതപനം എന്ന് പറയുന്നത്.
അതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ട ഒരു ആവശ്യം നമുക്കുണ്ട്. നമ്മൾ ആത്മതപനം ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മളുടെ പ്രാണനെ നമ്മൾ തപിപ്പിക്കേണ്ട ആവശ്യമുണ്ട്, സന്തപിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ചെല്ലുമ്പോഴാണ് നമുക്ക് ഒരു പൂർണ്ണ പ്രത്യാശയോടെ നമുക്ക് അടുത്ത് ചെല്ലാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനിയും അടുത്ത ഒരു വാക്ക് ഇതാണ് ഉപയോഗിച്ചിരിക്കുന്നത്, കീപ് യുവർ സെൽഫ് ഫ്രം പ്ലഷർ എന്നുള്ള ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനത് വിശദീകരിക്കാതെ തന്നെ നമുക്കറിയാം, ദൈവസന്നിധിയിൽ നാം എങ്ങനെ കടന്നു വരണം, കർത്താവിന്റെ സന്നിധിയിൽ എങ്ങനെയാണ് നമ്മൾ ആത്മതപനം ചെയ്യേണ്ടത് എന്നുള്ളത് ഈ വാക്കുകളൊക്കെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അത് വിശദീകരിച്ച് മുന്നോട്ട് പോയാൽ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് സാധിക്കുകയില്ല. പിന്നീട് പറഞ്ഞിരിക്കുന്നത് ബോ ഡൗൺ എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളെ എത്രമാത്രം ദൈവസന്നിധിയിൽ താഴ്ത്താമോ അത്രമാത്രം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. നമ്മൾ പലപ്പോഴും വാക്കുകൾ കൊണ്ട് പലപ്പോഴും പറയാറുണ്ട്, കർത്താവെ എന്നെ തന്നെ ഞാൻ നിന്റെ സന്നിധിയിൽ താഴ്ത്തുന്നു, ഞാൻ പൊടിയോളം താഴ്ത്തുന്നു എന്നൊക്കെ ഒരു പക്ഷെങ്കിൽ നമ്മൾ പറയാറുണ്ട്. എന്നാൽ അത് എത്രമാത്രം അതിന്റെ മെഷർമെന്റ് ആർക്കാ അറിയാവുന്നേ? നമുക്കറിയാമോ? ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയുമ്പോൾ അതിന്റെ മെഷർമെന്റ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ പ്രിയമുള്ളവരെ? പക്ഷെ ദൈവത്തിന് ആ മെഷർമെന്റ് അറിയാം. നമ്മുടെ ആ വാക്കിൽ നമ്മൾ ആ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ എത്രമാത്രം എന്നുള്ളത് ദൈവത്തിന് അറിയാം. അബ്രഹാം പറഞ്ഞൊരു വാക്ക് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, അബ്രഹാം ലോത്തിന് വേണ്ടി, സോദോം ഗോമോറയ്ക്ക് വേണ്ടി എന്ന് ഞാൻ പറയുന്നില്ല, തന്റെ ലോത്തിന് വേണ്ടി, തന്റെ കുടുംബത്തിന് വേണ്ടി അബ്രഹാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു അഭയാചന, ഒരു മധ്യസ്ഥ പ്രാർത്ഥന താൻ ചെയ്യുമ്പോൾ ഏറ്റവും ദൈവം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഒരു 10 പേരെയെങ്കിലും കണ്ടാൽ അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, ഈ പൊടിയും വെണ്ണീറുമായ ഞാൻ നിന്നോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനാ. മറപൊരുള് ഒന്നുമില്ല, അല്ലെങ്കിൽ തനിക്ക് യാതൊരു മറയുമില്ലാതെ നേരിട്ട് സംസാരിക്കാം. ദൈവം കൊടുത്ത ഒരു പേര് തന്നെയാണ് എന്റെ സ്നേഹിതൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെങ്കിൽ ആ ദൈവഭക്തൻ, ദൈവഭൃത്യൻ പറയുക, ഒരു പൊടിയും വെണ്ണീറുമായ ഞാൻ എന്ന് പറഞ്ഞാൽ താൻ ദൈവസന്നിധിയിൽ ഒരു അഭയാചനയുമായിട്ട് വരുമ്പോൾ, താൻ പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ, ദൈവത്തെ മുഖാമുഖമായിട്ട് കണ്ട് ദൈവത്തോട് എന്റെ കാര്യങ്ങൾ പറയാൻ വരുമ്പോൾ അബ്രഹാമിന്റെ അവസ്ഥയൊന്ന് ചിന്തിച്ചേ. അബ്രഹാം പറയുക, ഞാനൊരു പൊടിയും വെണ്ണീറുമായിട്ട്. അപ്പോൾ താൻ എത്രമാത്രം ആത്മതപനം ചെയ്താണ് താൻ ദൈവസന്നിധിയിലേക്ക് വരുന്നത് എന്ന് നോക്കിക്കേ പ്രിയമുള്ളവരെ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗം കൂടെ ഞാനൊന്ന് വിശദീകരിച്ച് ഞാൻ മുന്നോട്ട് പോവുക. പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിന്തയാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് ഗത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ താൻ പ്രാണവേദനയിലായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതൊരു ആത്മതപനത്തിന്റെ വേറൊരു തലമാണ്. അതിന്റെ ഏറ്റവും ക്ലൈമാക്സ് ആണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഹി വാസ് ആഗണൈസ്ഡ് ഇൻ പ്രെയർ എന്ന നമ്മൾ വായിക്കുന്നത്. താൻ പ്രാണവേദനയിലായി. ഇത് നമുക്ക് പറ്റുമോ? നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുമോ? അപ്പോസ്തലനായ പൗലോസ് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. റോമാലേഖനത്തിൽ താൻ പ്രാണവേദനയിൽ പ്രാർത്ഥിച്ചു. അത് മലയാളത്തിലേക്ക് വരുമ്പോൾ താൻ പ്രാർത്ഥനയിൽ പോരാടുന്നു എന്നുള്ള ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് അതിന്റെ ഒറിജിനൽ ഭാഷയിലേക്ക് പോയാലും അതിന്റെ ഇംഗ്ലീഷ് ഭാഷാന്തരം നോക്കിയാലും ആഗണൈസ്ഡ് ഇൻ പ്രെയർ, കർത്താവ് ഗത്സമനയിൽ എങ്ങനെ പ്രാണവേദനയിലായോ, അല്ലെങ്കിൽ താൻ തന്നെ തകർത്ത് പ്രാർത്ഥിക്കുക, ഇല്ലായ്മ ചെയ്ത് പ്രാർത്ഥിക്കുക. നമ്മൾ പാടാറുണ്ടല്ലോ, സൈമൺ സാറ് ആണ് ആ പാട്ട് എഴുതിയിരിക്കുന്നതെന്നാണ് എൻ്റെ ഏറ്റവും ഉറപ്പ്. രക്തം വിയർത്തവനെ, അത് നമുക്കറിയാം, തൻ്റെ വിയർപ്പ് തുള്ളികൾ നിലത്ത് വീഴുന്ന, അല്ലെങ്കിൽ തൻ്റെ ആ രക്തവും വിയർപ്പും എന്ന് പറഞ്ഞാൽ താന് ആ മരണത്തോളമായി, ഇനിയും ആ മരണത്തിന്റെ വക്കിൽ താൻ എത്തി നിൽക്കുകയാണ്. അത്രമാത്രം താൻ ആത്മതപനത്തിന്റെ ആ ഒരു സിറ്റുവേഷനിലേക്ക് താൻ ഇറങ്ങിപ്പോയി എന്നുള്ളതാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തിനു വേണ്ടിയാ ഈ ആത്മതപനം? എന്തിനു വേണ്ടിയാ? ഒന്ന്, നമ്മളോടുള്ള ബന്ധത്തിൽ. ഞാൻ ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, എനിക്കുണ്ടാകുന്ന ഗുണത്തെക്കാൾ
മറ്റുള്ളവർക്കാണ് അതിന്റെ ഗുണം എന്നുള്ളത് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. പൗലോസ് പ്രാർത്ഥനയിൽ പോരാടിയത്, താൻ പ്രാണത്യാഗം അനുഭവിച്ചത്, നമ്മുടെ കർത്താവ് പ്രാണവേദനയിൽ പ്രാർത്ഥിച്ചത് തന്റെ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, എന്നാൽ ദൈവം തനിക്ക് കൊടുത്ത ആ ദൗത്യം അതിന്റെ പൂർത്തീകരണത്തിൽ എത്തുന്നതിന് വേണ്ടിയാണ്. ഒന്നുകിൽ തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തു. അപ്പോസ്തലനായ പൗലോസിന്റെയും അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ആത്മതപനം എന്ന് പറയുന്നത് എനിക്കുള്ള പ്രയോജനത്തെക്കാൾ ഞാൻ മുഖാന്തരം ദൈവത്തിനും ദൈവജനത്തിനും എത്രമാത്രം പ്രയോജനപ്പെടും എന്നുള്ളത് ആണ് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ ആണ്ടിന്റെ ആരംഭ നാളുകളിൽ എൻ്റെ പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് ബോ ഡൗൺ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് ഹ്യൂമിലിയേറ്റ് ചെയ്യുമ്പോൾ, ഒന്ന് ഒപ്രസ് ചെയ്യുമ്പോൾ ദൈവം എത്രമാത്രം മഹത്വപ്പെടും എന്നുള്ളത് ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കുക. അപ്പോൾ എന്താണ് ആത്മതപനം? എന്തിനു വേണ്ടിയാണ് ആത്മതപനം? അത് ഏതെല്ലാം തലങ്ങളിലൂടെയാണ് വരുന്നത്? ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. എന്റെ പ്രിയമുള്ളവര്, ഇനിയും നമ്മൾ ചിന്തിക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഞാൻ ചെയ്യേണ്ടതിന്റെ ആ ഉത്തരവാദിത്വം, അതിന്റെ ശ്രേഷ്ഠത എത്രയും വലുതാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി നമുക്കൊരാത്മതപനത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ ഒന്ന് ഏകാഗ്രമാക്കുവാൻ നമുക്ക് ഇടയാകട്ടെ പ്രിയമുള്ളവരെ. ഇനിയും ഈ ഭാഗത്തിൽ, പ്രത്യേകിച്ച് ഈ 29 മുതൽ 34 വരെയുള്ള വേദഭാഗങ്ങളിൽ അതിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു തലക്കെട്ട് കൊടുക്കാം. എന്തിനാണ് യഹോവയായിരിക്കുന്ന ദൈവം തന്റെ ജനത്തിന് ഈ ഒരു ആത്മതപനം എന്ന് പറയുന്ന ഒരു ശുശ്രൂഷ, ഈ ഒരു വലിയ കാര്യം തന്റെ ദൈവജനത്തിന് വേണമെന്ന് ദൈവം ശഠിച്ചത്? എന്നേക്കുമുള്ള ഒരു ചട്ടമായിട്ട് ദൈവം കൊടുത്തത് എന്തിനാണ്? അതിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു തലക്കെട്ട് കൊടുക്കാം: റെക്കഗ്നിഷൻ ഓഫ് മൈ സിൻ, അല്ലെങ്കിൽ മൈ പ്രോബ്ലം ആൻഡ് റെക്കൺസിലിയേഷൻ വിത്ത് ഗാഡ്. ദൈവത്തോടുള്ള ഒരു പൊരുത്തപ്പെടൽ. ഇങ്ങനെ ആ ഹെഡിങ് ഒന്ന് കുറിച്ചു വെച്ചുകൊള്ളുക. നമുക്ക് എന്റെ പ്രശ്നം എന്താണെന്ന് എനിക്കൊരു അഭിജ്ഞാനം ഉണ്ടായിരിക്കണം, എനിക്കൊരു തിരിച്ചറിവുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ദൈവം എന്നെ ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് ആഗ്രഹമുണ്ട് ദൈവം എന്നെ ഉപയോഗിക്കണമെന്ന്, ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന്. ദൈവം മഹത്വപ്പെടുന്ന നിലയിൽ, ദൈവജനം അനുഗ്രഹിക്കപ്പെടുന്ന നിലയിൽ എനിക്ക് ശുശ്രൂഷ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഒന്ന്, എന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് തിരിച്ചറിവില്ല എന്നുള്ളതാണ്. ഇത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റുമോ പ്രിയമുള്ളവരെ? ഇന്ന് ഈ സായാഹ്ന വേളയിൽ, അല്ലെങ്കിൽ ഈ പ്രഭാത വേളയിൽ ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ പ്രിയമുള്ളവരെ. ദൈവം ഈ ആത്മതപനം തന്റെ ജനത്തിന് കൊടുത്തിരിക്കുന്നതിന്റെ അർത്ഥം, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ ആത്മതപനം എന്ന ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബൈബിളിൽ പൂർണ്ണമായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് പ്രിയമുള്ളവരെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും പൗലോസിനെയും അല്ലെങ്കിൽ അപ്പോസ്തലന്മാരെ ഒക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, ഈ ഒരു കാര്യം നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്ന് ദൈവജനത്തിൽ നിന്ന്, ദൈവമക്കളിൽ നിന്ന്, ദൈവദാസന്മാരിൽ നിന്ന്, കർത്താവിന്റെ ശുശ്രൂഷകന്മാരിൽ നിന്ന് ഇത് നഷ്ടപ്പെട്ടു പോയി. എന്റെ പ്രോബ്ലം എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് അത് ഞാൻ മനസ്സിലാക്കി എന്റെ ദൈവത്തോട് എനിക്കൊന്ന് കോംപ്രമൈസ് ചെയ്യുവാൻ, ആ വാക്ക് പോസിറ്റീവായിട്ട് എടുക്കുക, ഒരു അനുരഞ്ജനത്തിലേക്ക് വരുവാൻ, ദൈവവുമായിട്ട് ഒന്ന് പൊരുത്തപ്പെടുവാൻ, വേണമെങ്കിൽ ഇങ്ങനെ പറയാം, റെക്കൺസിലിയേറ്റ് ചെയ്യുവാൻ, ദൈവത്തോടൊന്ന് നിരപ്പ് പ്രാപിച്ചിട്ട് നമുക്ക് ശുശ്രൂഷയിൽ തുടരാൻ നമുക്കിടയായി തീർന്നാൽ എത്രയോ നന്നായിരുന്നു പ്രിയമുള്ളവരെ. നിങ്ങളൊക്കെ വിവിധ തലങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നവരാണല്ലോ. ഡാലസ് YMF എന്നുള്ള ലേബലിലാണെങ്കിലും ഒരുപക്ഷെങ്കിൽ സഭയിലെ എൽഡേഴ്സ് ആയിരിക്കാം, സുവിശേഷകന്മാരായിരിക്കാം, ടീച്ചേഴ്സ് ആയിരിക്കാം, സഹോദരിമാരുടെ ഇടയിൽ നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കാം. എന്തുകൊണ്ട് നിങ്ങളുടെ ശുശ്രൂഷ പ്രയോജനപ്പെടുന്നില്ല? അല്ലെങ്കിൽ ദൈവനാമം മഹത്വപ്പെടാനായിട്ട് ഇടയായി തീരുന്നില്ല? വേണ്ട, കൃപയോടെ ശുശ്രൂഷ ചെയ്യാൻ ഇടയായി തീരുന്നില്ല? ഇനിയും നിങ്ങളുടെ പ്രസംഗങ്ങൾ, നിങ്ങളുടെ ശുശ്രൂഷ, നിങ്ങളുടെ സംസാരം എന്തുകൊണ്ട്
പിന്നെയും പിന്നെയും ദൈവജനത്തിന്റെ ഹൃദയത്തിൽ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നില്ല, സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ല? നിങ്ങളുടെ ശുശ്രൂഷ കേട്ടിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷ അനുഭവിച്ചിട്ട് ഒരാൾ പറയാൻ ഇടയായി തീരുന്നുണ്ടോ, ബ്രദറെ ആ ശുശ്രൂഷ ഇന്നും ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഇന്നും ഞങ്ങളോട് സംവാദിച്ചുകൊണ്ടിരിക്കുന്നു? പറയണോ? അങ്ങനെ പറയപ്പെടണമെങ്കിൽ ഈ ഒരു ആത്മതപനം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണം പ്രിയമുള്ളവരെ. ഇസ്രായേൽ ജനത്തിന് അത് ആണ്ടിലൊരിക്കലായിരുന്നു എങ്കിൽ ദൈവജനമാകുന്ന പുതിയ നിയമവിശ്വാസികളാകുന്ന എനിക്ക് നിങ്ങൾക്കും എപ്പോഴാ വേണ്ടേ? കഴിഞ്ഞ 31-ാം തീയതി വൈകിട്ട് അല്ലെങ്കിൽ രാത്രി കൃത്യം 12 മണി വരെ വളരെ കർശനമായിട്ട് ഞാൻ നിങ്ങളുമൊക്കെ ആണ്ടൃതിയൊക്കെ ഒരു പക്ഷെങ്കിൽ ആഘോഷിച്ചു കാണും. അത് കേവലം ഒരു ആഘോഷമല്ല പ്രിയമുള്ളവരെ. അത് എന്തിനു വേണ്ടിയാ നമ്മൾ ഉപയോഗിച്ചത്? വാച്ച് നൈറ്റ് പ്രെയർ എന്തിനു വേണ്ടി നമ്മൾ ഉപയോഗിച്ചു? കഴിഞ്ഞ കൊല്ലം എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല, ഈ വർഷം തരികയാണെങ്കിൽ ഞാൻ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഇത്രയേ ഉള്ളോ? ഇതിന്റെ ഇടയിൽ വലിയൊരു കാര്യമുണ്ട്. ഒരു ആത്മതപനം ആവശ്യമാണ് പ്രിയമുള്ളവരെ. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തുന്ന, ബോ ഡൗൺ ചെയ്യുന്ന, ഒപ്രസ് ചെയ്യുന്ന, നമ്മളെ തന്നെ ഒന്ന് ഹംബിൾ ചെയ്യുന്ന ഒരു ആത്മനിഷേധത്തിലേക്ക് എനിക്ക് നിങ്ങൾക്കും വരാനായിട്ട് സാധിച്ചാൽ ദൈവം നമ്മളെ ഉപയോഗിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ ദിവസം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത ഈ 7-ാം മാസം 10-ാം തീയതി എന്ന് പറയുന്നത് 4 കാര്യങ്ങളാണ് അവിടെ ദൈവം പറയുന്നത്. നോക്കി എന്തൊക്കെയാണ്? ഇറ്റ്സ് എ ഡേ ഓഫ് ക്ലെൻസിങ് ആൻഡ് സെപ്പറേറ്റിംഗ്. ദൈവം നിങ്ങളെ ശുദ്ധീകരിക്കുന്ന ദിവസമാ, ദൈവം നിങ്ങളെ വേർതിരിക്കുന്ന ദിവസമാ. ഹഗ്ഗായി പ്രവാചകൻ മുഖാന്തരം ദൈവം പറയുക, ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് പോവുകയാണ്. എന്ന് മുതൽ? ഈ ദൈവാലയത്തിന് അടിസ്ഥാനമിട്ട ഈ ദിവസം മുതൽ, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സുവെച്ച, ആ വാക്ക് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകട്ടെ, വാക്യങ്ങളെല്ലാം എടുക്കാൻ നിർവാഹമില്ല സമയത്തിന്റെ പരിമിതി മൂലം. നിങ്ങൾ ദൈവസന്നിധിയിൽ ഈ മനസ്സ് വെച്ച ആ ദിവസം മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് പോവുകയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കണോ? ദൈവം നമ്മളെ സഹായിക്കണോ? ദൈവം നമുക്ക് കൃപ തരണോ? ദൈവം നമ്മളെ ഉപയോഗിക്കണോ? നിങ്ങളൊന്ന് മനസ്സ് വെച്ചേ പറ്റൂ. നിങ്ങളൊരു തീരുമാനമെടുത്തേ പറ്റൂ. നമുക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ നമുക്കിടയാകട്ടെ പ്രിയമുള്ളവരെ. ദൈവസന്നിധിയിൽ കർത്താവേ, ഞാനിതാ ആത്മതപനം ചെയ്ത് എന്നെ നിന്റെ കരങ്ങളിൽ പരിപൂർണമായിട്ട് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പലപ്പോഴും എങ്ങനെ ദൈവസന്നിധിയിൽ പ്രയോജനപ്പെടാം, എത്രയോ സെമിനാറുകൾ ഞാൻ നിങ്ങളും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പ്രിയമുള്ളവരെ. എത്രയോ കൗൺസിലിംഗ് കോഴ്സുകൾ ഞാൻ നിങ്ങളും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എത്രയോ പുസ്തകങ്ങൾ ആ നിലയിൽ വായിച്ചു. എത്രയോ പ്രാവശ്യം കമ്പ്യൂട്ടറിലെ സെർച്ച് ബട്ടണിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട് എങ്ങനെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാമെന്ന്. എന്നാൽ എല്ലാം മറന്നേക്കൂ. ഒറ്റ വാക്ക് നിങ്ങളൊന്ന് കുറിക്കൊള്ളുക, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. ആത്മതപനം. 2 കാര്യങ്ങൾ. ഒന്ന്, ദൈവസന്നിധിയിൽ എന്റെ പ്രശ്നം എന്താണെന്ന് ഒന്ന് റെക്കഗ്നൈസ് ചെയ്തേ. എന്റെ പ്രശ്നം എന്താ? ആ പ്രശ്നം റെക്കഗ്നൈസ് ചെയ്ത് അത് ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് ദൈവവുമായിട്ട് ഒരു അനുരഞ്ജനത്തിലേക്ക് വന്നേ, ഒരു റെക്കൺസിലിയേഷനിലേക്ക് വന്നേ. ഇനിയും നമുക്ക് മുന്നോട്ട് ചിന്തിക്കാം. ഇറ്റ് ഈസ് എ ഡേ ഓഫ് അറ്റോൺമെന്റ്. ഒരു വലിയ പരിഹാരം ഉണ്ടാക്കുന്ന ഒരു ദിവസമാണ് ഇത്, ഈ ആത്മതപനത്തിന്റെ ദിവസം എന്ന് പറയുന്നത്. ഒന്ന്, നമ്മളെ ദൈവം ശുദ്ധീകരിക്കുന്ന, ക്ലെൻസ് ചെയ്യുന്ന, ദൈവം നമ്മളെ വേർതിരിക്കുന്ന ഒരു ദിവസമാണ് ആത്മതപനത്തിന്റെ ദിവസം എന്ന് പറയുന്നത്. ഈ ഭാഗങ്ങൾ വായിച്ചാൽ നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 2, ഇറ്റ്സ് എ ഡേ ഓഫ് അറ്റോൺമെന്റ്. അത് ഒരു വലിയ പരിഹാരം ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണ്ടേ? നമ്മുടെ നാട്ടുകാരുടെ പ്രശ്നത്തിനും സഭയിലുള്ള മറ്റുള്ളവരുടെ പ്രശ്നത്തിനും മൂപ്പന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ എല്ലാം നമ്മൾ ചാടി നടക്കുകയാ. സുവിശേഷകന്മാരുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ എല്ലാം നമ്മൾ ഏതെല്ലാം തരത്തിൽ നമ്മൾ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നറിയാമോ? അയ്യോ, അതിനുവേണ്ടി കച്ചകെട്ടി ഇറക്കിയിരിക്കുന്ന എത്രയോ പേർ. പ്രിയ സ്നേഹിത, പ്രിയ സുഹൃത്തെ, പ്രിയ ദൈവവൈതലേ, നിന്റെ പ്രശ്നം എന്താണെന്ന് നീ നോക്കിയിട്ടുണ്ടോ? പരിഹരിച്ചിട്ടുണ്ടോ? നീ ഒന്ന് ആത്മതപനം ചെയ്തിട്ടുണ്ടോ? എന്റെ പ്രശ്നം, ഒരു വാക്ക് പറയുന്നതിൽ നിങ്ങൾ എന്നോട് ഖേദിക്കരുത്.
മറ്റുള്ളവരുടെ പ്രശ്നം നീ പരിഹരിക്കാൻ പോകുന്നതാ ഏറ്റവും വലിയ നിന്റെ പ്രശ്നം. നമ്മൾ മറ്റുള്ളവരുടെ പ്രശ്നം പരിഹരിച്ചിട്ട് ദൈവനാമം മഹത്വപ്പെടുത്താൻ വേണ്ടി നടക്കുക. എന്നാൽ എന്റെ പ്രോബ്ലം എന്താണെന്ന് തിരിച്ചറിവ് എനിക്കുണ്ടോ? എന്റെ പ്രശ്നം എന്താണെന്ന് ഒരു തിരിച്ചറിവ് നമുക്കുണ്ടോ? പ്രിയമുള്ളവരെ, ഒരാത്മതപനം എനിക്ക് നിങ്ങൾക്കും ആവശ്യമാണ്. ദൈവം നമ്മളെ ശുദ്ധീകരിക്കുന്ന, ദൈവം നമ്മളെ വേർതിരിക്കുന്ന, ദൈവസന്നിധിയിൽ എന്റെ പ്രശ്നത്തിന് പരിഹാരം കാണുന്ന ഒരു ദിവസമായിരിക്കണം ആത്മതപനം എന്ന് പറയുന്നത്. പുതിയ നിയമത്തിൽ അത് എപ്പോൾ വേണമെങ്കിലും ആകാം, എപ്പോൾ വേണമെങ്കിലും ആകാം. പക്ഷെങ്കിൽ ഒരു കാര്യം ബൈബിളിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കർത്താവിനെ ആരാധിക്കുവാൻ, നമ്മൾ കർത്താവിന്റെ കൽപ്പനയാകുന്ന തിരുവത്താഴ ശുശ്രൂഷ, ലോർഡ്സ് സപ്പർ, ആ അത്താഴം, തിരുവത്താഴം, കർത്തൃമേശ, അപ്പം നുറുക്കൽ, അതിന്റെ മുമ്പിൽ വരുമ്പോൾ പൗലോസ് പറയുക, തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം. ആത്മതപനം ഇസിക്കൽ ടു തന്നെത്താൻ ശോധന ചെയ്യുക. ഈ ഒരു ആത്മതപനം നമ്മൾ ചെയ്യാറുണ്ടോ? എന്റെ കൂട്ടു സഹോദരനോടുള്ള ബന്ധത്തിൽ, മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ എന്റെ പ്രോബ്ലം എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നോ? എന്റെ പ്രോബ്ലം, എന്റെ പ്രശ്നം തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ മുഖാന്തരം എന്തെല്ലാം പ്രശ്നങ്ങൾ മറ്റുള്ളവർക്കുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്കുണ്ടോ? ദൈവം നമ്മളെ ഉപയോഗിക്കണമെങ്കിൽ ഈ ഒരു ആത്മതപനം എനിക്ക് നിങ്ങൾക്കും ആവശ്യമാണ്. പ്രിയമുള്ളവരെ, മൂന്നാമത്തെ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ഈ ദിവസത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകത, ഇറ്റ്സ് എ ഡേ ഓഫ് ഹോളി സാബത്ത്. ശബത്ത് ദൈവം കൊടുത്തു, പക്ഷേ ആത്മതപനം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡേ ഓഫ് ഹോളി സാബത്ത്. ഒരു വിശുദ്ധ സ്വസ്ഥതയാ പ്രിയമുള്ളവരെ. അതെങ്ങനെയാ വിശുദ്ധ സ്വസ്ഥതയാകുന്നത്? ഞാൻ ആത്മതപനം ചെയ്ത്, ഞാൻ എന്നെ തന്നെ ഹംബിൾ ചെയ്ത്, ദൈവസന്നിധിയിൽ എന്നെ തന്നെ താഴ്ത്തി, എന്റെ കുറവുകൾ പരിഹരിച്ച് ഞാൻ അതിൽ പങ്കെടുക്കുമ്പോൾ, ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കുമ്പോൾ, അതൊരു ഹോളി സാബത്താണ് പ്രിയമുള്ളവരെ. അതൊരു ഹോളി വർഷിപ്പാണ് പ്രിയമുള്ളവരെ. ഇത് തിരിച്ചറിയാൻ എനിക്ക് നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടോ പ്രിയമുള്ളവരെ? ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിച്ചു ദൈവം. ദൈവത്തിന്റെ ആർദ്ര കരുണയാൽ, ദൈവത്തിന്റെ കൃപയാൽ നമ്മുടെ ജീവിതം ഒന്ന് നീട്ടിത്തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു COVID-19 നമ്മുടെ എത്രയോ പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റി. പ്രിയമുള്ളവരെ, എന്താ നമ്മൾ പിന്നെയും ശേഷിച്ചിരിക്കുന്നേ? കോവിഡ് വന്നിട്ടും വരാതെയും വൈറസുകൾ വന്നുകൊണ്ടേയിരിക്കും. ദേ വരുന്നു എന്ന് പറയുന്നു. എന്തോ ആയിക്കൊള്ളട്ടെ പ്രിയമുള്ളവരെ, നമ്മുടെ കാലഗതികൾ അവന്റെ കരങ്ങളിൽ ഇരിക്കുകയാണ്. നമ്മുടെ ഡേയ്സ് എത്രയുണ്ടെന്ന് നമ്മുടെ കർത്താവിനറിയാം. അതെത്രയാണെങ്കിലും നമ്മൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെങ്കിൽ ദൈവജനത്തിന് നമുക്ക് ആവശ്യമാ പ്രിയമുള്ളവരെ ഒരാത്മതപനം. അത് കഴിഞ്ഞിട്ട് നാലാമതായിട്ട് ദൈവം പറയുക, എന്തിനാ ഈ ആത്മതപനം എന്നറിയാമോ? ഇറ്റ്സ് എ ഡേ ഓഫ് അഫ്ലിക്റ്റിംഗ് യുവർ സോൾ. നിങ്ങളുടെ പ്രാണനെ, നിങ്ങളുടെ ഹൃദയത്തെ, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ, പൗലോസിന്റെ ഭാഷയിൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ നിങ്ങളൊന്ന് അഫ്ലിക്റ്റ് ചെയ്യണം, നിങ്ങളൊന്ന് സങ്കടപ്പെടുത്തണം, നിങ്ങളൊന്ന് വേദനിപ്പിക്കണം. അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തണം. നമുക്കറിയാം, അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്താൻ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ ഈ ആത്മതപനം കൂടാതെ എന്ത് കാര്യം ചെയ്താലും യാതൊരുവിധ പ്രയോജനവും നമ്മുടെ ജീവിതത്തിലില്ല. അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്താൻ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്താൻ നമ്മൾ ബൈബിൾ വായിക്കാറുണ്ട്, അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്താൻ നമ്മൾ ബൈബിൾ സ്കൂളുകളിൽ പോകാറുണ്ട്, അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്താൻ നമ്മൾ ദൈവവചനം സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാറുണ്ട്. ആത്മതപനം കൂടാതെ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. അതെല്ലാം നമ്മുടെ ബ്രെയിനെ വർദ്ധിപ്പിക്കത്തേ ഉള്ളൂ പ്രിയമുള്ളവരെ. അത് നമ്മളുടെ ഹൃദയത്തിലേക്ക് വരികയില്ല പ്രിയമുള്ളവരെ. അത് ബുദ്ധിയിൽ നമുക്ക് ശുശ്രൂഷ ചെയ്യാം. പൗലോസ് പറയുന്നല്ലോ, ബുദ്ധി കൊണ്ടും ആത്മാവ് കൊണ്ടും. ആത്മാവ് കൊണ്ട് ചെയ്യണോ, ആത്മാവിലേക്ക് വരണോ, തീർച്ചയായിട്ടും ഈ ഒരു ആത്മതപനം നമുക്ക് ആവശ്യമാണ്. എന്തിനേറെ പറയുന്നു, ഒരു ശുശ്രൂഷ ചെയ്യുന്നതിന് മുമ്പ്, ഒരു വചന ശുശ്രൂഷ എന്തുമായിക്കൊള്ളട്ടെ, അതിനു മുമ്പ് നമുക്ക് ഏറ്റവും അത്യാവശ്യമാ ആത്മതപനം. നമ്മൾ പ്രസംഗിക്കാറുണ്ട്, നമ്മൾ പറഞ്ഞു തുടങ്ങുന്നതും ദൈവനാമം മഹത്വപ്പെടട്ടെന്ന. ഇതിന്റെ എല്ലാം ആ സെൻട്രൽ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ആത്മതപനമാ പ്രിയമുള്ളവരെ.
ഇനിയും എങ്ങനെ നമുക്ക് ആത്മതപനം ചെയ്യാനായിട്ട് സാധിക്കും? അവസാനത്തെ പോയിന്റ് ആണ്, എങ്ങനെ നമുക്ക് ആത്മതപനം ചെയ്യാനായിട്ട് സാധിക്കും? എങ്ങനെ എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കും? എങ്ങനെയാ ദൈവം ചെയ്യുന്നത്? അപ്പോൾ ആത്മതപനം എന്നുള്ളത് നമ്മുടെ പാർട്ട് വെച്ചാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ ഭാഗത്തെക്കുറിച്ചുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതും വിശാലമായ ഒരു സബ്ജക്റ്റ് ആണ്. ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. എങ്കിലും അവസാനമായിട്ട് ഞാൻ ചില സൂചനകൾ മാത്രം തന്ന് ഞാൻ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നതായിരിക്കും. കൃത്യസമയത്ത് തന്നെ ഞാൻ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നതുമായിരിക്കും. ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന പോയിന്റ്, ഹൗ വി ക്യാൻ അഫ്ലിക്റ്റ് അവർ സോൾസ്. എങ്ങനെ നമുക്ക് നമ്മളെ തന്നെ നമുക്ക് അഫ്ലിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും? ഒന്നാമത്തെ കാര്യം, ഒരു 4 കാര്യങ്ങൾ മാത്രമേ ഞാൻ അതിനോടുള്ള ബന്ധത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. ധാരാളം പോയിന്റുകളുണ്ട്. ഈ ഒരു വിഷയം ഒരു പക്ഷെങ്കിൽ നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ഇത് തുടർന്ന് നമ്മൾ പഠിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനും കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ഒന്നാമത്തെ പോയിന്റ്, സ്പീക്കിംഗ് ടു അവർ സെൽഫ്. സ്പീക്കിംഗ് ടു അവർ സെൽഫ്. നമ്മളോട് തന്നെ നമ്മൾ സംസാരിക്കുക. എങ്ങനെയാ നമ്മളോട് തന്നെ നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റുന്നത്? എഫേസ്യ ലേഖനം 5-ാം അധ്യായം, ആ വാക്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യമാണ്. 19-ാമത്തെ വാക്യം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്, ആത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് നിറഞ്ഞവരായി. അപ്പോൾ അത് കഴിഞ്ഞിട്ടാ പറഞ്ഞ, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചു. മലയാളത്തിൽ തമ്മിൽ സംസാരിക്കുക എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കയ്യിൽ ഇംഗ്ലീഷ് ബൈബിളൊക്കെ ഉണ്ടല്ലോ, നിങ്ങളൊന്ന് നോക്കുക. അതിന്റെ ഒറിജിനൽ ഭാഷയിലേക്ക് പോയാലും സ്പീക്കിംഗ് ടു യുവർ സെൽഫ് എന്നാണ്. നിങ്ങളോട് തന്നെ സംസാരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. തമ്മിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന അതിന്റെ ഏറ്റവും പ്രധാനം, നിങ്ങൾ തമ്മിൽ മറ്റുള്ളവരോട് സംസാരിച്ചു കൊള്ളുക. പക്ഷെങ്കിൽ അവിടെ അപ്പോസ്തലനായ പൗലോസ് ഉദ്ദേശിക്കുന്നത് സ്പീക്കിംഗ് ടു യുവർ സെൽഫ്. ആത്മാവ് നിറഞ്ഞവരായിട്ട്, അവിടെ ആത്മാവ് നിറയുക എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ നിയന്ത്രണത്തിലായിട്ട് നിങ്ങളോട് തന്നെ സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് ആർക്കാ ചെയ്യാനായിട്ട് കഴിയുന്നേ? എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റില്ല. രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റില്ല. രക്ഷിക്കപ്പെട്ടവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾക്ക് ആത്മതപനം ചെയ്യണോ? യു ഷുഡ് ബി അണ്ടർ ദ കൺട്രോൾ. പോരാ, യു ഷുഡ് ബി അണ്ടർ ദ ഫുൾ കൺട്രോൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇനിയും അതിന് വേണമെങ്കിൽ വേറൊരു വാക്ക് പറയാം, ആത്മവിവശതയിലാകണം. യോഹന്നാൻ ആത്മവിവശതയിലായി. എന്തിനാ യോഹന്നാനെ ആത്മവിവശതയിലേക്ക് ദൈവം കൊണ്ടുവന്നത്? താൻ കണ്ട കാര്യങ്ങൾ, താൻ കേട്ട കാര്യങ്ങൾ വള്ളി വ്യത്യാസമില്ലാതെ അതിന്റെ പെർഫെക്ഷനിലേക്ക്, അതിന്റെ പൂർണ്ണ തികവിൽ അത് രേഖയാക്കണമെങ്കിൽ, ആ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ. ഇനിയും ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. യോഹന്നാൻ അപ്പോസ്തലന്റെ ജീവിതത്തിൽ ഇതിനപ്പുറം താൻ ഇനി ബലഹീനനാകാനായിട്ടില്ല പ്രിയമുള്ള. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണേ. തന്റെ ജീവിതത്തിൽ താൻ അനുഭവിക്കുന്ന ഏകാന്തതയും കഷ്ടതയും വേദനയും പ്രയാസവും, തന്റെ ചുറ്റും തലയോട്ടികളും കരിമ്പാറക്കൂട്ടങ്ങളും, താൻ മരിച്ചു പോകുന്ന അല്ലെങ്കിൽ മരണത്തിന്റെ വക്കോളം എത്തി നിൽക്കുകയാ. There we can experience the control of the Holy Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വിവശത, ആത്മാവിന്റെ നിയന്ത്രണം, അവിടെയാണ് ദൈവം ഏറ്റെടുക്കുന്നത്. ദൈവം ഒരു മനുഷ്യനെ ഉപയോഗിക്കണമെങ്കിൽ ദൈവം അവനെ തകർക്കും, ദൈവം അവനെ ബ്രേക്ക് ചെയ്യും. നമ്മുടെ കർത്താവിനോടുള്ള ബന്ധത്തിൽ യെശയ്യാ പ്രവചനത്തിൽ വായിക്കുന്നത്, അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവനെ തകർത്ത് കളഞ്ഞ് ഉപയോഗിക്കാനാണ് ദൈവത്തിന് പ്രസാദം തോന്നുന്നത്. പഴയ നിയമത്തിലേക്ക് പോ, യാക്കോബിനെ കുറിച്ച് ചിന്തിച്ചോളൂ, പൗലോസിനെ കുറിച്ച് ചിന്തിച്ചോ, പത്രോസിനെ, ആരെ വേണമെങ്കിലും നിങ്ങൾ ചിന്തിച്ചോ. ദൈവം ആരെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ അവരെ തകർത്തിട്ടേ ദൈവം ഉപയോഗിച്ചിട്ടുള്ളൂ. ദൈവം നമ്മളെ തകർത്ത് നമ്മളെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ
ദൈവം നമ്മളെ അഫ്ലിക്റ്റ് ചെയ്ത് ദൈവം നമ്മളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മറക്കരുത്, ഞാൻ എന്നെ തന്നെയും അഫ്ലിക്റ്റ് ചെയ്യാൻ ഞാൻ നിങ്ങൾ മറക്കരുത്. ദൈവം ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞ് നമ്മൾ ചെയ്യാതിരിക്കരുത്. ദൈവവും ചെയ്യും, നമ്മളും ചെയ്യും. ഇതൊരു ജോയിന്റ് വെഞ്ചറാണ് ഈ ആത്മതപനം എന്ന് പറയുന്നത്. ദൈവം ഏതൊക്കെ നിലയിലാ ചെയ്യുന്നത് അത് നമുക്ക് നമ്മുടെ ചിന്തയ്ക്ക് അതീതമാണ് ആ കാര്യങ്ങളൊക്കെ. പക്ഷെ എന്നാൽ നമ്മൾ ആത്മതപനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്നാമത് വേണ്ടത് ആത്മനിറവാണ് എനിക്ക് നിങ്ങൾക്കും വേണ്ടത്. പലരും പറയാറുണ്ടല്ലോ, നമ്മുടെ കൂട്ടത്തിന് ആത്മാവില്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ. എന്താ കാരണം? പറയാൻ കാരണം എന്താ? അവരെന്തുകൊണ്ടാ അത് പറയുന്നേ? നമ്മളിൽ ആത്മനിറവ് കാണാത്തത് കൊണ്ടാണോ? അവരുദ്ദേശിക്കുന്ന കാര്യങ്ങളല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ദൈവാത്മ നിയന്ത്രണത്തിൽ, ദൈവത്തിന്റെ പരിപൂർണമായ കൺട്രോളിൽ, എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് ഓരോ ശുശ്രൂഷ ചെയ്യാൻ കഴിയണം. നമ്മൾക്ക് അങ്ങനെ ആയിരിക്കാൻ കഴിയണം. അങ്ങനെ ആകുന്നു എങ്കിൽ ദൈവം നമ്മളെ ഉപയോഗിക്കും, യാതൊരു സംശയവുമില്ല. ഈ ഒരു പുതിയ വർഷത്തിൽ നമ്മളെടുത്ത തീരുമാനം ഒന്ന് പൂർത്തീകരണത്തിലേക്ക് എത്തണമെങ്കിൽ ദൈവത്തിന് ഒരു നിമിഷം കൊണ്ടും ഒരു ദിവസം കൊണ്ടും ഒരു പ്രസംഗം കൊണ്ടും ഒക്കെ ദൈവത്തിന്റെ ഹിതം നമ്മളുടെ ജീവിതത്തിൽ നിറവേറ്റാനായിട്ട് സാധിക്കും. കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിക്കേ. പ്രിയ ജോൺ തോമസ് അങ്കിൾ പറഞ്ഞതുപോലെ കാലങ്ങൾക്ക് മുമ്പ് ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു. ഇന്നും ആ ശുശ്രൂഷ തുടരുന്നു. ദൈവം ഇന്ന് നമ്മളെ ഉപയോഗിക്കണോ? ആത്മതപനം ആവശ്യമാണ്. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തുക, ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ പരിപൂർണമായിട്ട് താഴ്ത്തുക. മോശയെ ദൈവം ഉപയോഗിക്കാനായിട്ട് ആദ്യം വിളിച്ചപ്പോൾ തയ്യാറാണോ? അതെ, ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. മോശയുടെ കാര്യങ്ങളൊക്കെ മോശ ചെയ്തു. ഒരു മിസ്രൈമിനെ അടിച്ചു കൊന്ന് താൻ ആ മണ്ണിൽ കുഴിച്ചിട്ടു. ദൈവം പറഞ്ഞു, ഇതല്ല, ഈ രീതിയിലല്ല ഞാൻ ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ രീതിയിലല്ല. അടുത്ത 40 വർഷം താൻ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം എത്തിച്ചേർന്നു. മോശയെ വിളിച്ചു ദൈവം തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി. മോശ പറയുക, സോറി, ഞാൻ തയ്യാറല്ല, ഞാൻ റെഡിയല്ല. കാരണം ഞാൻ ഒരു തടിച്ച നാവുള്ളവനാ. ആദ്യം ഹി വാസ് സോ എലക്വന്റ് ഇൻ പ്രീച്ചിങ്. ആദ്യകാലങ്ങളിൽ സ്തെഫാനോസ് അങ്ങനെയാ പ്രസംഗിക്കുന്നത്. പക്ഷെ എങ്ങനെ തടിച്ച നാവുള്ളവനായി? താനായതല്ല, ദൈവം ആക്കിയതാണെന്ന് ഞാനങ്ങ് ചിന്തിക്കുകയാ. തന്റെ സൗമ്യത സകല മനുഷ്യരും അറിയണമെങ്കിൽ, തന്റെ ശുശ്രൂഷയിലൂടെ ദൈവനാമം മഹത്വപ്പെടണമെങ്കിൽ, തന്റെ ബുദ്ധിയിൽ താൻ പഠിച്ച മിസ്രൈമ്യ ആ പിരമിഡ് ഉണ്ടാക്കാനുള്ള എഞ്ചിനീയറിംഗ് ബുദ്ധി വെച്ച് താൻ സമാഗമന കൂടാരം ഉണ്ടാക്കിയിരുന്നെങ്കിൽ എങ്ങനെ ഇരുന്നേനെ? പക്ഷെ ദൈവത്തിന്റെ ബുദ്ധിയിൽ സ്വർഗത്തിലുള്ള കൂടാരത്തിന്റെ ഒരു സംഗതി, അതിന്റെ ഒരു പ്രിന്റ് ഇവിടെ ഉണ്ടാക്കണമെങ്കിൽ അത് ദൈവം കൊടുത്ത ബുദ്ധിയിൽ, ദൈവത്തിന്റെ ജ്ഞാനത്തിൽ അതുണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ മോശയെ ദൈവത്തിന് തകർത്തെങ്കിലേ സാധിക്കത്തുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഒരു പക്ഷെങ്കിൽ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ഒക്കെ ഉള്ളവരായിരിക്കാം. അതല്ല കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടത്. നിങ്ങളെ തന്നെ നിങ്ങൾ തകർക്കാമോ? നിങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാമോ? നിങ്ങൾ സ്വരൂപിച്ചതൊക്കെ ഒന്ന് മാറ്റിവെക്കാമോ? ദൈവം ചിലത് പകരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നേ. ദൈവം ചിലത് തരാൻ ആഗ്രഹിക്കുന്നു. അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിട്ട് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഒരു ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒന്നാമത്തേത് സ്പീക്കിംഗ് ടു യുവർ സെൽഫ്. ആത്മാവ് നിറയണം. ആത്മാവ് നിറഞ്ഞവരായിട്ട് ദൈവവചനം നിങ്ങളോട് തന്നെ നിങ്ങൾ പ്രസംഗിക്കണം, നിങ്ങളോട് തന്നെ നിങ്ങൾ സംസാരിക്കണം. സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ എൻ മനമേ എന്ന് പറഞ്ഞ് നിങ്ങളുടെ പ്രസംഗം തുടങ്ങുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരാധനയ്ക്ക് തോട്ട്സ് പറയാൻ ബൈബിൾ വായിക്കുന്നതെന്ന് നിർത്തിക്കേ, നിങ്ങൾ പ്രസംഗിക്കാൻ വേണ്ടി ബൈബിൾ വായിക്കുന്നതെന്ന് നിർത്തിക്കേ, ബൈബിൾ ക്ലാസ് എടുക്കാൻ വേണ്ടി ബൈബിൾ വായിക്കുന്നതെന്ന് നിർത്തിക്കേ. നിങ്ങൾ ഇവിടെ തുടങ്ങ്. എൻ മനമേ എന്ന് പറഞ്ഞ് നിങ്ങളോട് തന്നെ പ്രസംഗിച്ചേ, നിങ്ങളോട് തന്നെ സംസാരിച്ചേ, നിങ്ങളെ ഒന്ന് ഒപ്രസ് ചെയ്തേ, നിങ്ങളെ ഒന്ന് അഫ്ലിക്റ്റ് ചെയ്തേ, നിങ്ങളെ ഒന്ന് അനർത്ഥത്തിൽ അകപ്പെടുത്തിക്കേ, നിങ്ങളെ തന്നെ ഒന്ന് സങ്കടപ്പെടുത്തിക്കേ. നിങ്ങൾ ദൈവം തരും, ദൈവം നിങ്ങൾക്ക് കൃപ തരും. ഇതൊരു ആത്മതപനത്തിന്റെ ദിവസമായിരിക്കട്ടെ. രണ്ടാമത്, എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അഫ്ലിക്റ്റ് ചെയ്യാം? രണ്ടാമത്തെ കാരണം, വി നീഡ് എ സ്പിരിച്വൽ മൗണ്ടൻ ക്ലൈംബ്. ഒരാത്മീക പർവ്വത ആരോഹണം നമുക്ക് ആവശ്യമാണ് പ്രിയമുള്ളവരെ. അതെങ്ങനെയാ? അല്പം വിശദീകരിച്ചേ പറ്റൂ. പക്ഷെങ്കിൽ ഞാനത് വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ ഗിരിപ്രഭാഷണമാണ്. കർത്താവിനോടൊപ്പം ഒന്ന് കയറിക്കേ,
കർത്താവിനോടൊപ്പം ഒന്ന് ഇരുന്നേ, കർത്താവ് പറയുന്ന ഒന്ന് കേട്ടേ. കർത്താവ് പറയുന്നൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് അനുസരിക്കാൻ. പക്ഷേ നമ്മുടെ ഹ്യൂമൻ പെർസ്പെക്റ്റീവിൽ അതൊന്നും എടുക്കരുത് കേട്ടോ. ഡിവൈൻ പെർസ്പെക്റ്റീവില്, ദൈവത്തിന്റെ വീക്ഷണത്തിലൂടെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തേ. ദൈവം എന്നോട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ, കർത്താവെ അത് പറ്റത്തില്ല, അത് പാടാ, ബുദ്ധിമുട്ടാ, ഇത് കഠിന ഉപദേശമാ, നോ, കർത്താവ് കൃപ തരുമെന്നേ. ബൈബിൾ അവസാനിക്കുന്ന അങ്ങനല്ല, എന്റെ കൃപ, ക്രിസ്തുയേശുവിന്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കുവാൻ ദൈവം തരുന്നുണ്ടെന്നേ. ന്യായപ്രമാണം എന്തുകൊണ്ട് ആളുകൾക്ക് ചെയ്യാൻ പറ്റിയില്ല? എന്തുകൊണ്ട് പുതിയ നിയമം അതിലും കട്ടിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നു? നമ്മുടെ മിടുക്കോ കഴിവോ ഒന്നുമല്ല, കർത്താവ് കൃപ തരുന്നത് കൊണ്ടാ. മത്തായി സുവിശേഷം 5:8 വായിക്കുന്നത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാരെന്ന. പ്യോർ ഇൻ ഹാർട്ട്. എങ്ങനെ നമുക്ക് ഹൃദയശുദ്ധി വരാനായിട്ട് സാധിക്കും? മത്തായി സുവിശേഷം 5:11 നമ്മൾ വായിക്കുന്ന ഇങ്ങനെ, എല്ലാ തിന്മയും കളവായി നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ സന്തോഷിച്ചോ. എന്താ കാരണം? എല്ലാം നമുക്കെതിരായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ എന്നിൽ വേണ്ട ആത്മാവിന്റെ ഒരു ഫലമാണ് ഇന്ദ്രിയ ജയം എന്ന് പറയുന്നത്. അവിടെ 9 ഭാഗ്യവർണ്ണനകളെ കുറിച്ച് പറയുന്നുണ്ട്. ഗലാത്യലേഖനം 5:22-23 വാക്യങ്ങളിൽ ആത്മാവിന്റെ 9 ഫലം പറയുന്നുണ്ട്. ആ 9 ഫലത്തെ ഈ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നൊന്ന് കണക്ട് ചെയ്തേ, ഏറ്റവും ഒടുവിൽ ഇന്ദ്രിയ ജയം വരും. എന്തും എതിരായിക്കൊള്ളട്ടെ, ആത്മതപനത്തിലേക്ക് വരിക. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പായിട്ട് മാറും, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമായിട്ട് മാറും, ദൈവം നിങ്ങളെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങും, യാതൊരു സംശയവുമില്ല. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23-24 വാക്യങ്ങളിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും നമ്മളോടുണ്ടെന്ന് നമുക്ക് ഓർമ്മ വന്നാൽ, നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഈ ശുശ്രൂഷകളും നിങ്ങളുടെ ആരാധനയും എല്ലാം അവിടെ വെച്ചിട്ട് ആദ്യം ചെന്ന് നിരക്കണം. ഇത്രയേ ഉള്ളൂ. യു ഷുഡ് ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. എത്രയോ പ്രശ്നങ്ങൾ, എത്രയോ വഴക്ക്, കാര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നിൽക്കുകയാ. എന്തുകൊണ്ട് അതൊന്നും പരിഹരിക്കപ്പെടാൻ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ഫസ്റ്റ് സ്റ്റെപ്പ് എനിക്കെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രത്യേകത, വി ഷുഡ് ബി ബോൾഡ് ബിഫോർ മാൻ, ബ്രോക്കൺ ബിഫോർ ഗോഡ്. ദാവീദ് പ്രാർത്ഥിക്കുക, ദൈവമേ, നീ സ്ഥിരമായൊരാത്മാവിനെ, നിർമ്മലമായൊരു ഹൃദയം എനിക്ക് തരണം. താൻ അത് കഴിഞ്ഞിട്ട് പറയാ, തകർന്നുറങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് തകർക്കാൻ പ്രിയമുള്ളവരെ. നാലാമത്തേത്, ഇടിച്ചു കളയലും പിടിച്ചടക്കലുമാണ്. പൗലോസ് പറയുക, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഏതുയർച്ചയെയും ഞാൻ പിടിച്ചടക്കുകയാണ്, ഞാനത് ഇടിച്ചു കളയുകയാണ്. എന്നാൽ ദൈവം നമ്മളെ ചെയ്യുന്നത് ഇതിലൊക്കെ അപ്പുറമാണ്. ദൈവം മുറിക്കും, ദൈവം ചതയ്ക്കും, ദൈവം സാത്താന്റെ ദൂതനെ നമുക്ക് തരും, ശൂലം തരട്ടെ. ദൈവം ഇടിച്ചോട്ടെ, ദൈവം ചതച്ചോട്ടെ, ദൈവം മുറിച്ചോട്ടെ, ദൈവം ശൂലം തന്നോട്ടെ. ദൈവത്തിന്റെ കൃപ തരുന്നുണ്ടല്ലോ, സ്തോത്രം. ദൈവം നമ്മളെ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കൊരാശ്വാസം കിട്ടും, നമുക്കൊരു അനുഗ്രഹം കിട്ടും, ദൈവം നമ്മളെ ഉപയോഗിക്കും. ഇതൊരു ആത്മതപനത്തിന്റെ ദിവസമായി തീരട്ടെ പ്രിയമുള്ളവരെ. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ പരിപൂർണമായിട്ട് സമർപ്പിക്കാം. തുടർന്ന് ദൈവദാസന്മാർ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ കീറിക്കൊണ്ട്, ദൈവസന്നിധിയിൽ തകർത്തുകൊണ്ട്, കർത്താവെ, എന്റെ കുറവ് ഞാൻ മനസ്സിലാക്കുന്നു, അത് മാറ്റുവാൻ എനിക്ക് കൃപ തരണമേ, ദൈവമായിട്ടൊന്ന് നിരപ്പ് പ്രാപിക്കാൻ എനിക്ക് കൃപ തരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് പിരിയാം. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. പുതിയൊരു വർഷം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഈ ആത്മതപനത്തിലൂടെ നമുക്ക് ആ ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് വെക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ആത്മനാദമുയരുന്നിതാ, ഹല്ലേലൂയ ഹല്ലേലൂയ, മഹത്വത്തിൻ രാജൻ എഴുന്നള്ളുന്നു, കൊയ്ത്തിന്റെ അധിപനവൻ. ആർപ്പിന്നാദമുയരുന്നിതാ,
ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വത്തിൻ രാജൻ എഴുന്നള്ളുന്നു കൊയ്ത്തിന്റെ അധിപനവൻ കൊയ്ത്തിനാൽ വിളഞ്ഞ വയലുകളിൽ നേരിടാൻ ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ കൊയ്ത്തിനാൽ വിളഞ്ഞ വയലുകളിൽ നേരിടാൻ ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ ഇരുളേറുന്നു പാരിടത്തിൽ ഇന്നിനി നാമധികം ഇത്തിരി വെട്ടം പകർന്നീടാൻ ഇതാ ഞാൻ അയക്കിടുമേ ഇരുളേറുന്നു പാരിടത്തിൽ ഇന്നിനി നാമധികം ഇത്തിരി വെട്ടം പകർന്നീടാൻ ഇതാ ഞാൻ അയക്കിടമേ കൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ നേരിടാം ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ കൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ നേരിടാം ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ ആരെ ഞാൻ അയക്കേണ്ടു ആരിനി പോയിടും അരുമനദാനിമ്പസ്വരം മുഴങ്ങുന്ന കാതുകളിൽ ആരെ ഞാൻ അയക്കേണ്ടു ആരിനി പോയിടും അരുമനദാനിമ്പസ്വരം മുഴങ്ങുന്ന കാതുകളിൽ കൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ നേരിടാൻ ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ കൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ നേരിടാൻ ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ ഒരു നാളിൽ സന്നിധിയിൽ വരുമേ അന്നടിയാ ഒഴിഞ്ഞ കൈകളുമായി നിൽപ്പാൻ ഇടയായി തീരരുതേ ഒരു നാളിൽ സന്നിധിയിൽ വരുമേ അന്നടിയാ ഒഴിഞ്ഞ കൈകളുമായി നിൽപ്പാൻ ഇടയായി തീരരുതേ കൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ നേരിടാൻ ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ കൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ നേരിടാൻ ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ത്തുവാൻ, നമ്മുടെ അകത്തെ മനുഷ്യനെ അഫ്ലിക്റ്റ് ചെയ്യുവാൻ, ആ നിലയിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ആ മനോഹര അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇന്നത്തെ സന്ദേശം നമ്മളെ തീർച്ചയായും
വെല്ലുവിളിച്ചിട്ടുണ്ട് എന്ന് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു. ദൈവവചനത്തിൽ നിന്നും ഈ ആലോചന കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ അതേ ഒരു അനുഭവം അനുഭവിക്കാനായിട്ട് കഴിഞ്ഞു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം എന്താണ് തൻ്റെ മക്കളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് ദൈവം ഇടയാക്കി. നമുക്ക് ഓരോരുത്തർക്കും ആ ഒരു വെല്ലുവിളി ലഭിച്ചു എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്താം. ദൈവം ആഗ്രഹിക്കുന്ന ആത്മീയ നിലവാരത്തിലേക്ക് നമുക്ക് ഉയരുവാനായിട്ട് ദൈവം ഇടയാക്കട്ടെ. ദൈവം ആഗ്രഹിക്കുന്ന ആ ആത്മീയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്നത്തെ ഈ സന്ദേശം നൽകുവാൻ ദൈവദാസനെ ദൈവം സഹായിച്ചല്ലോ. ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ ഒഫീഷ്യലായിട്ട് YMF ഡാളസിന് വേണ്ടി നന്ദിയുടെ വാക്കുകൾ രേഖപ്പെടുത്തുവാനായിട്ട് YMF ഡാളസിൻ്റെ പ്രസിഡന്റായ ലിൻസൺ എബ്രഹാമിനെ ക്ഷണിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുതിയ വർഷത്തിൻ്റെ ആദ്യ ആഴ്ചയിൽ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്തു വരുവാനും അവൻ്റെ വചനം കേൾക്കുവാനും ധ്യാനിക്കുവാനും ദൈവം ഒരുക്കിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നാം അനുഗ്രഹിക്കപ്പെട്ട ഒരു ചലഞ്ചിങ് മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഈ പുതിയ വർഷത്തിൽ നാം ദൈവസന്നിധിയിൽ അടുത്ത് വരുമ്പോൾ ആത്മതപനം ചെയ്യണം. അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അതെന്താണെന്നും അതുകൊണ്ടുള്ള പ്രയോജനങ്ങളെക്കുറിച്ചൊക്കെ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നാം ദൈവസന്നിധിയിൽ വരുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ താഴ്ത്തുവാനായിട്ട്, നമ്മുടെ ഹൃദയങ്ങളെ വ്യസനിപ്പിച്ചുകൊണ്ട് അവൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ പകരുവാനായിട്ട്, സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ വർഷം ദൈവം അതിനുവേണ്ടി നമ്മളെ ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രശ്നങ്ങൾ അത് എന്താണെന്ന് കണ്ടുപിടിച്ച് ദൈവസന്നിധിയിൽ പരിഹാരം കണ്ടെത്തുവാനും ദൈവസന്നിധിയിൽ ഏറ്റവും പ്രയോജനമുള്ളവരായിട്ട് തീരുവാനും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രിയ ദൈവദാസനെ ദൈവവചനം പറയുവാനായിട്ട് ദൈവം എടുത്തുപയോഗിച്ചുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ബിഷാനെ ഡാനിയൽ വർഗീസ് ബ്രദറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ഡാളസ് YMFൻ്റെ പേരുള്ള എല്ലാ നന്ദിയും സ്നേഹവും ഞങ്ങൾ ഈ സമയം അറിയിക്കുന്നു. തുടർന്നും ദൈവം സഹായിക്കട്ടെ. അതുപോലെ ഗാന ശുശ്രൂഷയിൽ നമ്മളെ സഹായിച്ച പ്രിയ ഹാപ്പി തോമസ് ബ്രദറിനോടുള്ള ഞങ്ങളുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രിയ ദേവദാസിനെയും കൂടുതലായിട്ട് ദൈവം ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ മീറ്റിംഗ് ലീഡ് ചെയ്യുവാനായിട്ട് പ്രിയ ജിബിച്ചാനെയും ദൈവം എടുത്തുപയോഗിച്ചു. ഈ മീറ്റിങ്ങുകളൊക്കെയും ഓർഗനൈസ് ചെയ്യുവാനും അതൊക്കെയും കോർഡിനേറ്റ് ചെയ്യുവാനും പ്രിയ ജിബിച്ചാനും അതുപോലെ സുബിനെയൊക്കെയും അവരെ ദൈവം എടുത്തുപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ പ്രാർത്ഥനയിൽ സഹായിച്ച ദൈവദാസന്മാരോടുള്ള സ്നേഹത്തെ അറിയിക്കുന്നു. ഈ രീതിയിൽ നമുക്കിന്ന് ഒരുമിച്ച് കൂടുവാനായിട്ട് ദൈവം ഇടയാക്കി ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള ഞങ്ങളുടെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. സൂമിലും അതുപോലെ യൂട്യൂബിലും ഒക്കെ ഞങ്ങളെ കാണുകയും ശ്രവിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞൊരു വർഷക്കാലം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നമ്മോട് കരുണ കാണിച്ചു. YMF ഡാളസിനുള്ള ബന്ധത്തിലും ദൈവം വിശ്വസ്തനായിരുന്നു. ഈ ദേശത്തൊക്കെയും എളിയ രീതിയിൽ, വളരെ ചെറിയ രീതിയിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവം എടുത്തുപയോഗിച്ചു. ഈ മിനിസ്ട്രിയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള ഞങ്ങളുടെ സ്നേഹത്തെയും നന്ദിയെയും അറിയിക്കുന്നു. തുടർന്നും എല്ലാവരും അടിയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായിട്ട് നിൽക്കുവാനായിട്ട് ദൈവം എല്ലാവരെയും ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി എല്ലാ പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരുള്ള ഞങ്ങളുടെ സ്നേഹത്തെ നന്ദിയും അറിയിക്കുന്നു. ദൈവം നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. താങ്ക് യു ലിസൺ. ഇപ്പോൾ ബാൽഘാട്ടിൽ നിന്നും ഉള്ള നമ്മുടെ ജോൺ തോമസ് അങ്കിൾ പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് അവസാനിപ്പിക്കണം. അങ്കിളിനെ ക്ഷണിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവായ ദൈവം, സ്വർഗത്തിന്റെ അധിപതി, രാജാതിരാജാവ്, കർത്താതി കർത്താവ്, ഞങ്ങൾക്ക് ഈ രീതിയിൽ അവിടുത്തെ വചനം വളരെ അനുഗ്രഹമായി കേൾക്കുവാൻ തക്കവണ്ണം ഇടയാക്കിയ വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങൾ പിന്നെയും മനസ്സിലാക്കുന്നു. കണ്ണുനീരോടുകൂടെ മാത്രമേ ഞങ്ങൾക്ക് അവിടുത്തെ സന്നിധിയിൽ ഇരിക്കാൻ കഴിയുന്നുള്ളൂ.
അപ്രയോജനദാസന്മാരായി ഞങ്ങൾ തീർന്നു പോയെങ്കിൽ പിതാവേ ഞങ്ങളോട് പിന്നെ കരുണ ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനായിട്ടല്ലോ അവിടെ നിങ്ങൾ ഞങ്ങളെ രക്ഷിച്ചത്. പ്രാദേശിക സഭകളിൽ ഞങ്ങളെ ആക്കിയിരിക്കുന്നത്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾ താമസിക്കുന്നത് ദൈവത്തിനായിട്ട് ജീവിക്കുവാൻ, ദൈവത്തിനായി ഉപയോഗിക്കപ്പെടുവാൻ ഈ നാളുകളിൽ ഏറെ അടിയങ്ങളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും അവിടുത്തെ സന്നിധിയിൽ പിന്നെയും താഴുകയും ചെയ്യുന്നു. അവിടുത്തെ ദാസനെ അനുഗ്രഹമായി ഇന്ന് രാവിലെ ഉപയോഗിച്ചതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ ചിന്തിക്കുവാൻ കഴിയാത്ത രീതിയിൽ അവിടുത്തെ ആത്മാവിൽ കൂടെ വചനത്തെ ഇളക്കി മറിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് തന്നു. 30, 60, 100 മേനിയായി കർത്താവായി നിറയുവാൻ തക്കവണ്ണം ഏറെ കൃപ തന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. അവിടുന്ന് ഞങ്ങളെ ഉപയോഗിക്കുവാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു തുടക്കമായി ഈ വർഷത്തിന്റെ ഈ ആദ്യ സമയം ഇന്ന് അറ്റൻഡ് ചെയ്തതായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ഒരു പുതിയ തീരുമാനത്തോടു കൂടെ അങ്ങേക്ക് വേണ്ടി സമർപ്പിക്കുവാൻ അവിടുന്ന് ഇടയാക്കുന്നതിനാൽ സ്തോത്രം. താൻ ഒരു സഹോദരനായിട്ട് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ജീവിതത്തിലും കർത്താവ് ഉപയോഗിക്കുവാൻ തക്കവണ്ണം തകർക്കുന്ന ചില അവസരങ്ങളുണ്ടായി. അവിടുന്ന് നിലനിർത്തി, അവിടുന്ന് പണിയുന്നു, സഹായിക്കുന്നു. ദൈവജനത്തിന്റെ മധ്യേ അനുഗ്രഹമാക്കി തീർക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഡാളസിലുള്ള വിശുദ്ധന്മാർക്കായിട്ട് സ്തോത്രം. ഇന്ന് മീറ്റിംഗിൽ ഞങ്ങൾക്ക് വന്നു ചേരുവാൻ അവിടുന്ന് ഇടയാക്കി ഞങ്ങളോട് സംസാരിച്ചു. അതിനായിട്ട് സ്തോത്രം. അത് ലീഡ് ചെയ്യുവാനും പാടുവാനും ശാന്തമായി അവിടുത്തെ സന്നിധിയിൽ ഇരുന്ന് വചനം കേൾക്കുവാനും ഇതെല്ലാം വരുന്ന ദിവസങ്ങളിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാത്തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമേ. അവിടുത്തെ എല്ലാ സമാധാനത്തിനായിട്ടും സ്തോത്രം. അങ്ങനെയായിട്ട് ഞങ്ങൾ ജീവിക്കട്ടെ കർത്താവേ, സമർപ്പിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടല്ലോ, സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. വന്നു ചേർന്ന എല്ലാവർക്കും വീണ്ടും നന്ദി പറയുന്നു.